പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ കനകക്കുന്നിലെ മാസാദ്യ ശനി 1/8/2026 ശനിയാഴ്ച കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4:30 വരെ ഏകദിന ധ്യാനം. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ബ്രദർ ജെയിംസ് വടക്കൻ ആൻഡ് ഡീന ജെയിംസ്, ഫെലോഷിപ്പ് മിനിസ്ട്രി, തൃശൂർ. ഏവർക്കും മറ്റം കനകക്കുന്നിലേക്ക് സ്വാഗതം. ജപമാല, സ്തുതി ആരാധന, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം, സ്പിരിച്വൽ ഷെയറിംഗ്. ഏവരെയും ഒരിക്കൽ കൂടി മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്നിലെ മാസാദ്യ ശനിയാഴ്ച. നല്ല മഴ, പല സ്ഥലങ്ങളിലും ഭയങ്കര വെള്ളമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വളരെ ശാന്തമായിട്ട് കുന്നിന്റെ പുറത്തിരുന്ന് ഈശോയുടെ കൂടിയായിരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുക. ഈ ഓഗസ്റ്റ് മാസം ആദ്യത്തെ ശുശ്രൂഷ നമുക്ക് ഫെലോഷിപ്പ് മിനിസ്ട്രിയിലെ നമ്മുടെ ജെയിംസ് വടക്കൻ ബ്രദറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി സഹോദരി ഡീന ജെയിംസ്, ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ ശുശ്രൂഷ മെയിനായിട്ടുള്ള ശുശ്രൂഷകൾക്കായിട്ട് കടന്നു വന്നിരിക്കുക. അവർ നമുക്ക് ഇതിൻ്റെ മുന്നേ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർ ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന തീബന്ധങ്ങളായിട്ട് ഇതുപോലെ ശുശ്രൂഷകൾക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരുടെ ടീം ഈ ഫെലോഷിപ്പ് മിനിസ്ട്രി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂനാമശ്ശേരിയിലുള്ള നമ്മുടെ ജെയ്സൺ അച്ഛനാണ് ഇവരുടെ ആനിമേറ്റർ അച്ഛൻ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നല്ലൊരു ടീമാണ്. നല്ല തീഷ്ണതയോടുകൂടി കുടുംബമായിട്ട് ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിലെ പരിശുദ്ധാമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നോമ്പിനൊക്കെ ഒരുങ്ങണം, 15 നോമ്പിനൊക്കെ ഒരുങ്ങുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തിൽ അമ്മയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ശ്രവിക്കുമ്പോൾ അത് അതിൻ്റെതായ ആ യഥാർത്ഥത്തിൽ നമുക്ക് ആ ആത്മാവിന്റെ നിറവിൽ അത് സ്വീകരിക്കുവാനും അതിനനുസരിച്ച് അവർക്കത് ശുശ്രൂഷ നയിക്കുവാനും വേണ്ട കൃപ നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആരാധന ആരംഭിക്കണം. നമ്മുടെ ഇവിടുത്തെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. നമ്മളെയും വിളിച്ചു ജീസസ് യൂത്തിലുള്ള പിള്ളേർ. അച്ഛൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അതാണ്. നമ്മൾ പറഞ്ഞു, അച്ഛാ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളത് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ അച്ഛനുള്ളപ്പോൾ നമ്മുടെ ഷാജു ഊക്കൻ അച്ഛനുള്ള സമയത്ത് അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാനും ജോൺസേനോട് പറഞ്ഞത് അച്ഛനോട് ആരാധന തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവസാനത്തെ ഒരു വിധി വരുന്ന ദിവസം നമ്മളത് ആരാധനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരാധന നമ്മൾ അന്ന് ആരംഭിച്ചു. പിന്നീട് അച്ഛൻ മാറി. അച്ഛൻ വന്നപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ആരാധന നമുക്ക് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ട് ഈ അച്ഛൻ പറയാണ് നമുക്ക് ആരാധന തുടങ്ങണം. അപ്പൊ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ അതിൻ്റെ കൂടെ ദൈവം അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തക്ക സമയത്ത് നടന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാതെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച ആരാധനയായിരുന്നു.
ഇന്നലെ നമ്മൾ 3 മണിക്ക് ആരാധന തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആ റിപ്പോർട്ട് കിട്ടിയത്. അതായത് നമ്മുടെ പള്ളിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അച്ഛൻ കടന്നു വന്ന് ഈ റിപ്പോർട്ട് നമ്മുടെ സ്റ്റീവ് കാരണത്തിന്റെ അടിയിൽ വെച്ചിട്ട് അച്ഛൻ വന്നിട്ട് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എത്രയോ സന്തോഷകരമായ കാര്യം. നമ്മൾ ദൈവത്തിനെ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ നാഥന്റെ മുന്നിലിരുന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തക്ക സമയത്ത് കർത്താവ് പ്രതിഫലം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടവയ്ക്ക് ചെയ്തു തന്ന വലിയ ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ശക്തമായിട്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവര്, നമ്മൾ ഏകദേശം 11 മാസമായി ഈ മാതാവിന്റെ കുന്നിൻപുറത്ത് കുറേ മക്കള് ഇങ്ങനെ രാത്രി ജെറിക്കോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥ കേന്ദ്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന നടക്കുക. അച്ഛൻ അന്ന് ഇതുപോലെ ഒന്ന് പറഞ്ഞുള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതി ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, നമുക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ എല്ലാ ദിവസവും 7 മണിക്ക് ഇവിടെ വന്ന് ഇവിടെ പരിശുദ്ധ കുരിശുമണി കൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പ്രാർത്ഥന ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇന്നേ വരെ അത് മുടങ്ങിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന കുറെ ചേച്ചിമാര്, ഇവിടെ അടുത്തുള്ള വീട്ടിലത്തെ കുറച്ച് ചേച്ചിമാരും അതുപോലെ പലരും വന്ന് നമ്മളിവിടെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേക സാന്നിധ്യം നമുക്ക് വളരെ ശക്തമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അനുഭവിച്ചറിയുന്ന ആൾക്കാർ ഇതിലുണ്ട്, നമുക്ക് കിട്ടുന്ന ആൾക്കാരും ഇതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ സ്കൂളിന്റെ കാര്യം കഴിഞ്ഞ അടുത്ത വിഷയമാണ് ഈ തീർത്ഥകേന്ദ്രത്തിന്റെ. നിങ്ങൾക്കറിയാലോ, ഇതുപോലെ തന്നെ 10-25 വർഷത്തിലേറെ ആയില്ലേ ഈ തീർത്ഥകേന്ദ്രത്തിന്റെ ഈ നീരുറവ നിന്ന് പോയിട്ട് ഇല്ലേ? അപ്പൊ ഇതൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തടസ്സങ്ങളൊക്കെ മാറും, അതൊക്കെ തുറക്കും, ഒരു സംശയമില്ല കാര്യത്തില്. പക്ഷെ നമ്മൾ ഈ ഇടവക്കാരെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈശോ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ശക്തമായിട്ട് ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിലിരുന്ന് അമ്മയുടെ മടിത്തട്ടിലിരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനാ ഹാള് പണിയപ്പെടുകയും ഇവിടെ നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും ആരാധന, നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാനൊക്കെ ദൈവം അനുവദിക്കുന്നത്. അതും നമ്മുടെ വികാരിസിന്റെ ഒരു വലിയ ആഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വികാരിസിനും ഡീക്കനസിനൊക്കെ വന്നിട്ടാണ് നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തന്നത്. വളരെ മനോഹരമായിട്ടുള്ള ശുശ്രൂഷകളായിരുന്നു. അത് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് ധ്യാനം ഇതെല്ലാം ഇവിടെ കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. അത് അമ്മയുടെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശമാണ്. അപ്പോൾ നമുക്കിവിടെ വരുന്ന ശുശ്രൂഷകർ പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ധ്യാന കേന്ദ്രമാകേണ്ട ഒരു സ്ഥലമാണ് ഈ കുന്നിൻപുറം. നമുക്ക് പ്രാർത്ഥിക്കാം, ഇത് നമ്മുടെ കൈകളിലല്ല ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരാഴ്ചയിലും കടന്നു വരുന്ന ശുശ്രൂഷകരാണ്, പ്രത്യേകിച്ച് ജെയിംസ് വടക്കൻ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും. നമുക്ക് കൗൺസിലിങ്ങിനായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ കൗൺസിലിങ്ങിന് കൊടുത്തിട്ടുള്ള ചിലർ ബാക്കിയുള്ളവരുണ്ട്. അവർ മാത്രമാണ് ഇന്ന് കൗൺസിലിങ്ങിന് പോവുക. അത് കഴിഞ്ഞിട്ട് പേര് വിളിക്കും, നിങ്ങൾക്ക് പേരുള്ളവർക്ക് പേര് കൊടുക്കാം. അപ്പം ആദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ബാക്കിയുള്ളവർ കൗൺസിലിങ്ങിന് പോയിട്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് കൗൺസിലിംഗ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ധൃതി പിടിക്കേണ്ട. മുന്നേ പേര് കൊടുത്തവരുടെ പേര് അതിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ വിളിക്കും, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏത് കാലാവസ്ഥയിലായിരുന്നാലും, നമ്മൾ എന്ത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുക. ദൈവം ആഗ്രഹിക്കുന്നതാണ്. നീ എപ്പോഴും നിന്റെ ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് 1 തെസ്സലോനിക്ക 5:16, 17, 18 തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രത്യേകമായത് ഇന്നത്തെ ശുശ്രൂഷകൾ ഈ നിമിഷം മുതൽ നമ്മുടെ ആരംഭിക്കുന്ന ശുശ്രൂഷ നമ്മൾ 4 മണി വരെയുള്ള സമയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതിനിടയിലുള്ള ദിവ്യബലി, മറ്റെല്ലാ ശുശ്രൂഷകളും കർത്താവെ അവിടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തൃകരങ്ങളിലേക്ക്, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പരിശുദ്ധ മാതാവേ, ജെയിംസ് വടക്കനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെയും കൗൺസിലിനായിട്ട് വന്നിരുന്ന സഹോദരിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ, അവർ ഒരുങ്ങി വന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് അമ്മ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് എപ്പോഴെപ്പോഴും സ്വീകരിക്കട്ടെ. സുഖമാണോ നിങ്ങൾക്ക്? ഈ കാലാവസ്ഥ അസ്വസ്ഥയുണ്ടോ? എന്തിനുള്ള ഈ കാലാവസ്ഥ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥയുണ്ടാകാം. ഒത്തിരി മക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ചൂടേറ്റ് മഴ കിട്ടാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ,
ഈ കാലാവസ്ഥ വളരെ അനുകൂലമാണ് വചനം സ്വീകരിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രത്യേക ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുക. ആരുടെ സാന്നിധ്യത്തിലാണ്? നമ്മുടെ പുറകെ കാണാം ആബാ പിതാവ്, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്. ആബാ പിതാവ്, പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്. ഈ പ്രത്യേക ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് വന്ന് വാസം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സ്നേഹിക്കേണ്ട ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം പ്രവർത്തിക്കും. എങ്ങനെയുള്ള അവസ്ഥയുള്ള വചനം പാലിക്കുകയും ദൈവ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താല് ത്രിത്വ ദൈവം നമ്മുടെ ഉള്ളുകളിൽ വന്ന് വസിക്കും. വാസം പ്രവർത്തിക്കും. അതല്ല വേണ്ടത്. അത് ഈ നിമിഷം ഈ കാലാവസ്ഥയിലൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നവരാണ്, ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നവരാണ്, ഇല്ലേ? നല്ല കാലാവസ്ഥയല്ലേ? ഇന്ന് വചനം കേൾക്കുമ്പോൾ ഇതുപോലെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ പാകുവാനായിട്ട് പോവുകയാണ്. വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ പാകുവാനായിട്ട് പോവുകയാണ്. വചനം പാകുമ്പോൾ ആരാണ് വിതക്കാൻ? ആരാ വചനം വിതയ്ക്കുന്നത്? യേശുവാണ് വചനം വിതയ്ക്കുന്നത്. ആ വിതക്കാരൻ വചനം വിതയ്ക്കുമ്പോൾ 3 സ്ഥലങ്ങൾ വചനം ഫലം തരാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 സ്ഥലങ്ങൾ ഏതൊക്കെയാ? വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളുകൾക്കിടയിൽ മുൾപ്പുറത്തിൽ വീണ വിത്ത്. ഫലം തരുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്, നല്ല നിലത്ത്. പരിസ്ഥിതിയോ. നമുക്ക് ഏത് വിത്താവേണ്ടത്? വിത്ത് എരിഞ്ഞലാവേണ്ടത് നല്ല നിലം. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഈ 3 സ്ഥലങ്ങളും ഇപ്പോൾ ഉഴുതു മറിച്ച് നല്ല നിലമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റുവാനാണ് പോകുന്നത്. നമ്മൾ കുർബാനയിലൊക്കെ ഒരു ഗീതം പാടിയതുകൊണ്ടാണ് വചനം സ്വീകരിക്കുക. എന്തിനാ ഗീതം പാടുന്നത്? നമ്മൾ വചന ഗീതം പാടുമ്പോൾ ഹൃദയമാകുന്ന ദേവാലയത്തെ ഒരുക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, അതുപോലെ വഴിയരികിൽ വീണ അവയ്ക്ക് നാശമാവാതിരിക്കാൻ, പാറാപുറത്തെ വീണ വിത്ത് വേര് പിടിക്കാത്ത വിധത്തിൽ ആയിപ്പോകുന്ന തടസ്സങ്ങൾ മാറാനായിട്ട്, അതുപോലെ മുൾച്ചെടികൾക്കുള്ളിൽ വീണ വിത്ത് വളർന്ന് ഞെരുങ്ങിപ്പോവാതിരിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിലും എൻ്റെ എല്ലാ ദുരിതങ്ങളും അതായത് വചനം എന്നിൽ പൊട്ടിമുളച്ചുകൊണ്ട് 100 മീനിൽ ഫലം ചെയ്യുന്നവരെ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. നല്ല പുറമേക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക. നമ്മുടെ പ്രസംഗം ചോദിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദ്യങ്ങളായി മാറണം. തുറന്ന് പ്രാർത്ഥിക്കാൻ. സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാൻ. എല്ലാ പരാജയങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാൻ. സ്നേഹമെടുക്കാത്ത അവസ്ഥയാണോ? കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും നമ്മൾ അകർച്ചയാണോ? രോഗപീഠമാണോ? സാമ്പത്തിക തടസ്സമാണോ? എല്ലാം സമർപ്പിക്കുക. ഈശോയെ കരുണയായിരിക്കണമേ, പരിശുദ്ധത്താൽ കരുണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ, വന്നിടൂ എന്നിലും ദിവ്യകൂദാശയേ. വന്നിടൂ എന്നിലും ദിവ്യകൂദാശയേ. ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ, ദിവ്യകാരുണ്യമേ, സ്നേഹവാത്സല്യമേ, വന്നിടൂ എന്നിലും ദിവ്യകൂദാശയേ. വന്നിടൂ എന്നിലും ദിവ്യകൂദാശയേ. കരുണയുള്ളവൻ നീ, സ്നേഹമേറെ നൽകുന്നവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സങ്കടപ്പെടുന്നതിൻ്റെ പേരിലാണ്. സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ലേ? കൊടുക്കാത്തത് കൊണ്ടാണോ? എന്തെങ്കിലും പറയും, മഴ കാരണം കേട്ടൂടാ. സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു തേങ്ങലില്ലേ ഉള്ളില്? എനിക്കും
എനിക്ക് കർത്താവിന്റെ മുമ്പിലുള്ളതൊക്കെ മാറിക്കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്നേഹമാണെന്ന് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്വീകരിക്കുന്ന, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുദിനം സ്വീകരിക്കുന്ന ഞാനും നിങ്ങൾ ആരായിട്ട് മാറണം? സ്നേഹത്തിന്റെ ഒരു ബലിയായി തീരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ബലിയായി തീരണമെങ്കിൽ പരിഭവമില്ലാതെ, പരാതിയില്ലാതെ ജീവിതത്തിലേക്ക് വരുന്ന സകല സങ്കടങ്ങളെയും വേദനകളെയും ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ നമ്മുടെ വിശ്വാസം പാകപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ സത്യം അറിയില്ല. നമ്മുടെ വിശുദ്ധരുടെ സഹപൗരനാണ് പറയുന്നത്. നമ്മൾ ആരാ എന്ന് പറഞ്ഞാല് ഈ വിശുദ്ധരൊക്കെ നമ്മുടെ ചേട്ടനും ചേച്ചിയുമാണ്. അവരും മടങ്ങുന്ന വഴിയുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 6-7 വചനം പറയുകയാണ്, യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു വഴി എന്ന് പറയുന്നത് ഏത് വഴിയാ പ്രിയപ്പെട്ടവര്? അത് പറയോ? ഏത് വഴിയാ വഴി? ഓ, മനസ്സിലാവുന്നില്ല, കേൾക്കണില്ലേ? പറയാം, ഓർക്കപ്പെടാ. അതാണ് ഈ കുരിശിന്റെ വഴി. കുറെ കുരിശില്ലേ? അതാണ് നമ്മുടെ വഴി. എന്തുകൊണ്ട് വരാനാ പറഞ്ഞിരിക്കണേ? ആരെങ്കിലും മത്തായി സുവിശേഷം 16-24 എടുക്കൊന്നും വേണം, നമുക്കറിയാം, ബൈഹാർട്ടാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാ, സ്വയം. നമുക്ക് നമ്മുടെ ഇഷ്ടമില്ലാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം, ഇതിന്റെ പേരെ സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്തിനാ കരയണേ? സ്വയം പരിത്യജിക്കാത്തത് കൊണ്ട്, നമ്മുടെ പല ഇഷ്ടങ്ങളും നടക്കാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഇപ്പൊ കരയണ സ്വർഗത്തിലേക്ക് ഒന്നുകൊണ്ടാണോ കരയണേ? പിന്നെ ഇതിനു വേണ്ടി കരയണേ? അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ. ശരിയാണ്, നമ്മൾ മനുഷ്യരായി നമുക്ക് അതൊക്കെ ഉണ്ട്. ഫസ്റ്റ് എന്തിനാ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് കൊടുക്കേണ്ടത്? ദൈവരാജ്യത്തിനും ദൈവസ്നേഹത്തിനും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം തിരുവചനം പറഞ്ഞത്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുവൻ ദൈവത്തെ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാനാണ്. അത് ആശ്രയിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. ആദ്യം നമ്മൾ എന്തിനു വേണ്ടി കൈ ഉയർത്തണം, കരം ഉയർത്തണം? ദൈവരാജ്യത്തിനു വേണ്ടി. അതല്ലേ മത്തായി 6:33 കുഞ്ഞുനാളോട് കേട്ട് പഠിച്ചത്. ആദ്യം അവിടുത്തെ ആർക്കോ വചനമില്ലാതെ ചെയ്യില്ലെന്നല്ലേ ഉള്ളൂ. രാജ്യമൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ ചെമാരി ചെയ്തോട്ടെ, പ്രാർത്ഥനക്കാർ ചെയ്തോട്ടെ, നമുക്കൊന്നും അതില്ല, നമ്മൾ പാവങ്ങൾ, നമുക്ക് വലിയ അറിവൊന്നുമില്ല, നമ്മളിങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലും അതിന് തുടച്ചു പോകാൻ പറ്റുമോ? ഒരു അമ്മമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളുടെ എടുത്താ മതി. എങ്ങോട്ട് മതി? എടുക്കും, കഷ്ടത്തേക്കൊന്ന് കളയണം, അപ്പോഴാണ് ശരിയായിട്ട് അങ്ങോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടാവ് പാവ, കരുണയുള്ളവനാ. നമ്മളെന്തോരം അതിനെ വിഷമിപ്പിച്ചാലും അതിങ്ങനെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവർ, കുറേ കൽപ്പനകൾ പറഞ്ഞു. ശത്രുക്കളെ സ്നേഹിക്കണം. നമ്മൾ തമ്പുരാന്റെ മക്കളല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ എപ്പോഴും മക്കളാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-45 വചനം പറയാ, ശത്രുക്കളെ ബാക്കി പറഞ്ഞ് പറയാലോ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ ആരായിത്തീരും? ഈ വചനം നമ്മുടെ ജീവിതം ദീർഘ്യം ചേർത്ത് വെച്ച് മക്കളാണോ? മനസ്സിൽ പറഞ്ഞാൽ മതി, പുറത്ത് പറഞ്ഞ അനങ്ങടല്ല. ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രു പാകിസ്ഥാനിലൊന്നുമല്ല. ശത്രു എവിടെയാ? യൂറോപ്പിലും ഇറാനിലൊന്നുമല്ല. എവിടെയാ? ഒന്ന് പറയോ? അത് നിങ്ങൾ പറഞ്ഞ സന്തോഷമായി, ഞാൻ പറഞ്ഞ വിഷമാവും. ശത്രു എവിടെയാ? വീട്ടിൽ ശത്രുക്കളുണ്ടാ? ചിരി മാത്രമാണല്ലോ അപ്പൊ ഉണ്ടെന്ന് അർത്ഥം അല്ലേ? പ്രിയപ്പെട്ട, ശത്രു പിശാച. എല്ലാവരും നല്ല മനുഷ്യരാ, പക്ഷെ അവൻ്റെ ഉള്ളില് തിന്മ കയറിയാൽ, അസൂയ വന്നാല്, വെറുപ്പ് വന്നാല്, കോപം വന്നാ, വിദ്വേഷം വന്നാ, ഇതൊക്കെ ആരുടെ പരിപാടിയാ? ശത്രുവിന്റെ പരിപാടി. അവര് നമ്മൾ വെറുക്കണ്ടായിരുന്നു. ജീവിത പങ്കാളിയോ, മക്കളോ, മരുമക്കളോ, അമ്മയോ, അപ്പനോ, ആരാ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകള് നമ്മളോട് അന്യായമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, വിഷമിപ്പിക്കുന്നുവെങ്കിൽ
പ്രശ്നം ഒന്ന് മാത്രം, അവർ പാവപ്പെട്ട, അവരുള്ളിൽ എന്തുണ്ട്? ഇതിനെ ശാസിക്കാൻ വേണ്ട അധികാരം അഭിഷേകം ആർക്കുണ്ട്? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ ദൈവ പൈതലിനുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന്റെ യോഗ്യതയോടെ അത് സ്വീകരിക്കണമെന്ന് മാത്രം. നമ്മൾ കുറെ വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചിട്ടാണ് ഇത് സ്വീകരിക്കുന്നവർ എന്ത് സംഭവിക്കും? രണ്ട് പിശാചുക്കളും കൂടി കൂട്ടിമുട്ടും. അപ്പൊ ഒന്നും സംഭവിക്കില്ല, ഒന്നും കൂടി പ്രശ്നം മോശമാവും. നമ്മൾ 10 മിനിറ്റൊക്കെ മിണ്ടാണ്ട് കസ്മാറ്റിക്കാരായ കാരണം നമ്മുടെ മാക്സിമം നമ്മൾ 10 മിനിറ്റാണ്. എത്ര നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ അറിയാത്ത കാര്യങ്ങളിൽ നിന്ന് പറയണേ. അപ്പൊ 10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ, ആരെങ്കിലും കേട്ടാൽ മോശമല്ല വെച്ച് അത് കഴിഞ്ഞ് എന്തുണ്ടാവും? മുഖഭാവം മാറി പ്രത്യേക സ്റ്റൈലിൽ വരും. എന്നിട്ട് പറയാം പണ്ടത്തെ സ്വഭാവം വിദ്യപ്പിക്കൊന്നും പറയാം. അപ്പൊ പണ്ടത്തെ പോയിട്ടാണ് അർത്ഥം. പ്രീസലാണ്. ഹല്ലേലൂയ. അപ്പൊ ഭർത്താവ് പറയുമെങ്കിൽ ഭാര്യയാണ് പ്രാർത്ഥിക്കുന്ന ആളുണ്ടെങ്കിൽ ആ ആളാണ് ദേഷ്യപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവാണ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹമാണ് ദേഷ്യപ്പെടുന്നെങ്കിൽ കുടുംബക്കാർ ഒരു മതി എന്റെ പ്രാർത്ഥന. എൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ആഴ്ച അട്ടപ്പാടി പോയി വന്നു. ഭർത്താവ് അങ്ങനെ മദ്യപാനിയാണ്. അപ്പോൾ കുറേ പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും ഇല്ല. അപ്പം എന്നെ വിളിച്ച് ചോദിക്കേണ്ടത് എന്തൊരു ചെയ്ത് ഉദ്ദേശിക്കുന്ന കുട്ടികളില്ല, ഒരു പിള്ളേരില്ല ഞങ്ങൾക്ക്. എന്നാൽ എൻ്റെ അടുത്തും സംസാരിക്കുക ഈ മനുഷ്യന് നേരമില്ല. കണ്ണു തുറന്ന് എനിക്ക് എന്താ കള്ളു കുടിച്ചത് ഞാൻ കാണാൻ. ഇനി പാതിരയ്ക്ക് വന്നാലും കള്ളു കുടിച്ച് കിടന്നു എൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങില്ല. എൻ്റെ കാരണം അന്വേഷിക്കുക, അവർക്ക് ചെറിയ ജോലി വയ്ക്കുന്നു, അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നില്ല ആളുകളെങ്കിലും ഒരു നോർമലായിട്ട് ജീവിക്കാൻ വേറെ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് ജീവിക്കാൻ പൈസ ഇല്ലാത്ത മനുഷ്യൻ പറയും പൈസ കിട്ടി നമുക്ക് ജീവിക്കാന്ന്. പൈസയ്ക്കായാലും എന്ത് പറയാം, അല്പം സ്നേഹം കിട്ടിയാണ്ട് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിന്നെ എൻ്റെ കല്യാണം കഴിക്കുന്നു. അപ്പം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ മാനുഷികമായ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടും. അപ്പം ധ്യാനം കൂടാൻ നിന്നുകൂടാനുള്ള ഒരു സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ വൺ ഡേ പ്രോഗ്രാമിനൊക്കെ പോകും, അട്ടപ്പാടി പോകും, അണക്കര പോകും. അപ്പോൾ ഓരോ പ്രാവശ്യം അവിടെ പോയിട്ട് വരുമ്പോൾ ഇവിടെ തുള്ളി നിൽക്കണ്ടോ ആര്? ഭർത്താവ് പോയിക്കല്ലേ. അപ്പോൾ അവിടെ പോയി പാവം നെഞ്ചത്തടിച്ച ഭർത്താവിന് വേണ്ടി കരഞ്ഞ് ഉപവാസമൊക്കെ എടുത്ത് കരം വലിച്ച് പ്രാർത്ഥിച്ച് ജപമാലയ്ക്ക് ശരിയാ ഇവിടെ നിന്ന് തലേദിവസം പോവും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അവിടെ എത്തനാണക്കിടയ്ക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പാടാന്ന് പറയും. രാവിലെ ശനിയാഴ്ച ഒരു ദിവസം പറയണം. അപ്പൊ അതിനൊക്കെ കഷ്ടപ്പെട്ട് പോയിട്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെ തുള്ളി ചീത്ത മാത്രം വിളിച്ചിട്ട് ഒന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് പോയി എല്ലാം സംബന്ധിച്ചില്ല. പക്ഷെ വന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യനങ്ങനെ കിടന്നങ്ങനെ അല്ലാറാണ് കിടന്നത്. അപ്പോൾ അവർ റെന്റിന് താമസിക്കില്ല, മുകളിലെ വീട്ടിൽ താമസിക്കും, താഴെ വേറൊരു വാടകക്കാരുണ്ട്. അപ്പൊ സങ്കടം മുഴുവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ താഴെയുള്ളവര് ഇത് മുഴുവൻ കേട്ടിട്ട് പിന്നെ ഈ കോഴി അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞിൽ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു നാണക്കേട്. അപ്പൊ അഭിമാനികളല്ലേ അല്ലേ? ഓ എന്നെ നോക്കണോ ഒന്നും അറിയില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, അവളങ്ങനെ സങ്കടത്തോടെ എന്നെ വിളിച്ചപ്പോൾ മതി ഇതിനെ ശരിക്കും മതി, ഇത് ഒരു ഉപകാരമില്ല, ഉപദ്രവം മാത്രം. അവനാണെങ്കിൽ പെങ്ങന്മാര് പറയുന്നത് മാത്രമാണ് വേദം. ഇനിയിപ്പോൾ അതൊക്കെ പൊക്കോടെ ഞാൻ സഹിക്കാം. പക്ഷേ ഈ പെങ്ങന്മാർ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ പിന്നെ അത് മാത്രം അനുസരിച്ച് പിന്നെ അത് വെച്ച് എന്നെ കുത്തും. ഈ പെങ്ങന്മാർക്കൊക്കെ ഞാനെൻ്റെ സ്വർണ്ണം പണയം വയ്ക്കാൻ കൊടുത്തിരിക്കുക അവരുടെ ആവശ്യങ്ങൾക്ക്. ആ സമയത്ത് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എങ്ങനെയായിരുന്നു? ഭയങ്കര സ്നേഹം. ഞാൻ ചേട്ടനോട് പോലും ചോദിക്കാണ്ടാണ് അവരുടെ മക്കളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കയ്യിലുള്ള അവരുടെ സ്വർണ്ണം കുറച്ചതൊക്കെ ഞാൻ കൊടുത്തു. അതൊക്കെ പണയം വെച്ചിട്ട് എന്താ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സങ്കടങ്ങൾ ഞാൻ പറയാൻ ചെന്നാൽ ആ സമയത്ത് അവരുടെ ആങ്ങളുടെ ഭാഗത്താണ് നീതി. അമ്മയില്ല, അപ്പനില്ല. അമ്മ ചെറുപ്പത്തിലെ അവനെ മരിച്ചു. അപ്പൊ അവൻ എന്നും പറയുന്ന കാര്യം എന്താണെങ്കിൽ അവൻ എപ്പോഴും ചില ചേച്ചിമാരുടെ ഭയങ്കര സ്നേഹം. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ ശ്രദ്ധിക്കാം. പ്ലീസ് ആരെങ്കിലൊക്കെ വരട്ടെ. അപ്പൊ ഇവന്റെ പ്രത്യേകത, ഇവന് ഒരു 5 വയസ്സുള്ളപ്പോൾ ഇവൻ താഴെയുള്ള കുട്ടിയാണ്. 3 മക്കൾ അവര്. ഞാൻ ഈ കഥ ഇത് ജീവിക്കുന്ന സാക്ഷ്യപ്പെടും. ഇത് ആർക്കും ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതല്ല. അപ്പൊ ഈ മനുഷ്യൻ ചെറുപ്പത്തിൽ അവൻ 5 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ മരിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ അവർ വളർന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഇപ്പൊ 5 വർഷം മുമ്പ് അവൻ അപ്പനും മരിച്ചു. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാര്യയെ സ്നേഹിക്കാൻ അവൻ താല്പര്യമില്ല. ആരെ സ്നേഹിക്കാൻ താല്പര്യമില്ല? പക്ഷെ വേറെ വല്ല ഇങ്ങനെ 2 മക്കളൊക്കെ വലിയ 10ാം ക്ലാസ്സിലും +1 +2 ഒക്കെ പഠിക്കുന്ന മക്കളുടെ അമ്മമാരുണ്ടല്ലോ, അങ്ങനത്തെ ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് അതും ഇതൊക്കെ നോക്കി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും, പിന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ പ്രത്യേകത. അപ്പൊ അപ്പുറത്തേക്കാണ് ചേച്ചി കെട്ടിയവന്റെ കയ്യിൽ അടിയും കിട്ടി സ്നേഹം കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്ന നേരത്താണ് ആര് വരുന്നത്? ഇവിടെ ഒരു ആത്മാവിന്റെ രൂപത്തിൽ ആര് വന്ന് ഈ ചേട്ടൻ വന്നു. പിന്നെ ഒരു ഭയങ്കര കണക്ഷനായി. ഇത് മുഴുവൻ ഈ പെണ്ണ് കണ്ടുപിടിക്കും ഫോണിൽ. ഫോൺ വലിയ അപകടകാരിയല്ല. നന്മയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ്. പക്ഷെ ആ ഫോണിനെ നമ്മൾ ദുരുപയോഗിക്കുകയാണെങ്കിൽ കുടുംബം തന്നെ തകർന്നു പോകും.
അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പിന്നെ കമ്പ്യൂട്ടറിൽ പ്രത്യേക കോഴ്സ് പഠിക്കണം. അപ്പൊ എങ്ങനെ ലോക്ക് ചെയ്താൽ കുറക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഞാൻ പറയും, നീ ഇത് എത്രാമത്തെ വട്ടം കാണണേ? ഇത് കണ്ടിട്ട് വല്ല ഉപകാരമല്ല. നിനക്ക് ആ സമയം ഒരു കൊഞ്ചെടുത്ത് എത്തിച്ചൂടെ? ഇത് കാണാൻ അറിയാൻ വെച്ചിട്ടിരിക്കുക, മരിക്കണോ ജനിക്കണോ ഡൈവേഴ്സിനോ ചോദിക്കണ പണി. അപ്പൊ എന്തിനാണ് കാണാൻ പോണേ? ആ സമയത്ത് നീ ആരാധിച്ചിരിക്കേ. ഇതുപോലെ 100 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ കഴുകി വെളുപ്പാക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കണേ. ഈ ഡ്യൂട്ടി ആരുടെയാ? ഇതിട്ടിട്ട് പോയാലല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മടുത്തു പോയെങ്കിൽ ഇനി മതി, നിർത്താൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്ന് ആരെങ്കിലും മുന്നിൽ കരുതുന്ന പ്രിയമുള്ളവരെ, ഇത് നിന്റെ സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ആ മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ മുറിപ്പാടുകളും നമ്മുടെ ഈ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി തമ്പുരാന്റെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് അത് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞില്ലെങ്കിലേ അതും രക്ഷപ്പെട്ടില്ലേ നമ്മളും ദൈവത്തിന്റെ പദ്ധതി നടക്കില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇങ്ങനെയാവണമെന്നില്ല. പലർക്കും പല വിധത്തിലാണ്. ചിലർ കള്ളും കുടിക്കില്ല, ബീഡിയും വലിക്കില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തുണ്ട്? വായ തുറന്ന എൻ്റെ പൊന്നെ പൊങ്ങാത്ത വാക്കുകളാണ് പറയുന്നത്. ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ധ്യാനമൊന്നും കൂടാണ്ട് മദ്യപാനം നിന്നു. ശരിയാ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് പോയിട്ടുണ്ടല്ലോ ഞാൻ മദ്യപാനം നിർത്തിയത്, ഞാൻ 3 മാസം മദ്യപിച്ചില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മദ്യപാനം ഇല്ലാത്ത മദ്യപാനുള്ള സമയത്ത് ഭയങ്കര ഇടിയായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്തു, നന്നായി ഉപദ്രവിക്കും, പിള്ളേർ ഉപദ്രവിക്കും, വലിച്ചെറിയും, അങ്ങനെ കുറെ ദൂഷ്യവശങ്ങൾ ചേട്ടനുണ്ട്. അപ്പൊ ഈ ചേച്ചി ചോദിച്ചു, ഈ 3 മാസം കുടിക്കാത്ത സമയത്ത് സമാധാനമാണെന്ന് ചോദിച്ചു. കുടിക്കാത്ത സമയത്ത് സമാധാനമാകുന്ന ഇതിൽ കഥ കുടിക്കാറുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? എൻ്റെ ചേച്ചിയെ വാ തുറന്ന ചീത്ത വാക്കേ, വല്ലാത്ത കോപം, നിസ്സാര കോപമല്ല. കോപിക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കള്ളുടിക്കുമ്പോൾ ഇത്ര കുഴപ്പമുണ്ടായില്ല, കാരണം ബോധം അവിടെ ഉറങ്ങും. അപ്പൊ നമ്മൾ ഉപദ്രവിച്ചിട്ട് പിന്നെ ആളുകൾ കണ്ടു കഴിഞ്ഞ് ഉറങ്ങും. ആ സ്റ്റീമൊക്കെ അങ്ങനെ കഴിഞ്ഞ അദ്ദേഹം ഉറങ്ങും. ഇപ്പൊ ഇങ്ങനെ ഉറക്കല്ലോ. അപ്പൊ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഭയങ്കര ദേഷ്യം. എന്നെ കണ്ടുകൂടാ. ആരെ? ഭാര്യനെ കണ്ടുകൂടാ. അപ്പൊ അയാളുടെ ധ്യാനം കൂടാണ്ടാണ് എന്തുണ്ടായത്? മദ്യപാനം മാറുന്നത്. പക്ഷെ എന്ത് പോയിട്ടില്ല? കോപം. നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? എന്നിട്ടുണ്ടാകും നിങ്ങൾ. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന മാറ്റമുണ്ടോ? എഫെസൂസ് 2:8 ഞാൻ വേറെ വചനം പറയാനോ വന്നോളൂ. എത്തിയത് എഫെസൂസ് 2:8 ഒന്ന് വായിക്കുമോ? നിർത്തി വായിക്കണം, ഓടി വായിക്കരുത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഒന്നുകൂടെ വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. 3 കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്: വിശ്വാസം, കൃപ, രക്ഷ. അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൃപയിലേക്ക് കടന്നു വരുന്നത്? വിശ്വാസം വഴി. നമ്മൾ ആരുടെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ കാലത്താണ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം. ഒരു ഫോൺ ഏത് വയസ്സായി മരിക്കാൻ പോണ അമ്മാമ്മയുടെ കയ്യിലുണ്ട് ഒരു ഫോൺ. ഈ പെൺകുട്ടിക്ക് വെറും 45 വയസ്സ്, ഒരു ഫോൺ അവൾക്ക് ഇല്ല. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ ഹസ്ബൻഡിനെ വിളിക്കണം. അദ്ദേഹത്തിന് അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അവർക്കൊരു അമ്മയുണ്ട്. അപ്പൊ ഞാൻ ഒരു അമ്മേനെ വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങനെയൊക്കെ മതി. എങ്ങനെ മതി? അവന്റെ ഫോണിൽ കൂടെ നല്ലൊരമ്മ. പിന്നെ അവൻ എപ്പോഴും കുശു എന്നാ പറയുന്നത്. അവരെ ഈ ഭാര്യയും ഭർത്താവും. അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടാകും. 24 മണിക്കൂർ സ്വകാര്യം എന്റെ കുറ്റം പറയുന്നേ കൊണ്ടു പോയ പോക്ക് കണ്ടു. അവര് വേറെ കുറെ കാര്യം പറഞ്ഞേ. പക്ഷെ അമ്മയ്ക്ക് എന്ത് തോന്നി? എന്നെ ഇനി ഇവൻ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ അമ്മ ഇവരോട് ചോദിക്കില്ല, അത്ര അവരെ വിളിക്കും. ഇവിടേക്കെന്താ രസുമാർ നിൽക്കണ്ടോ? കുറെ നേരമായി ഇവിടെ. അപ്പൊ രാവ് പറയണേ, അമ്മ പറഞ്ഞത് പറയണ്ടാന്ന്. അല്ലെങ്കിൽ എന്റെ മോൻ നല്ലതാ. ഇത് വന്നപ്പോഴാണ് ഈ കുടുംബം, ഇത് ഞാൻ വെറുതെ പറഞ്ഞ ലൈവായിട്ട് എന്റെ മുൻപിൽ പങ്കുവെച്ച് പൊട്ടിക്കരയുന്ന ചേച്ചിമാരെ, അമ്മമാരെ, ചേട്ടന്മാരെ, അവരുടെ കഥയാണ് പറയണേ. അമ്മക്ക് ഈ പെൺകുട്ടിയോടെ ചോദിച്ചൂടെ മക്കളെ വിളിക്കാൻ പോണേ? അമ്മേനെ ഞാനൊന്ന് പോയി കൊണ്ടു.
എനിക്ക് മോളെ ഒരു വേദിയില്ല ഇവിടെ. ഈ പിള്ളേരെ നോക്കണം, നേഴ്സറി ടീച്ചറാണ് ഞാൻ. ആരാ നോക്കണത്? ആ, ഈ ഇവിടെ വലിയ പാപ്പാസും ജോലി എപ്പോഴും കൈ ചെവിയിലുണ്ട് കൊണ്ടുവരാണ്ട് കുത്തിയിട്ട് വരും. ഏത് ഇയർഫോണെ പറയാനിട്ടില്ല. പാട്ടങ്ങൾ കേട്ടിട്ട് അഹങ്കരിച്ച് വരും. എന്നാൽ ഈ ക്രാങ്ങളെ ഞാൻ നോക്കിണ്ടാക്കിയില്ലടി. നിനക്ക് അമ്മയ്ക്ക് വരെ വയ്യ. എനിക്കൊരു 100,000 രോഗമുണ്ട് മോളെ. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, മുട്ടുവേദനയുണ്ട്, ഇയർ ബാലൻസ് പോയില്ലേ, ഹാർട്ടിൽ എൻജിയോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു വാക്ക് ഈ പൊരുത്തം കെട്ട പിള്ളേരെ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ എൻ്റെ ഫോൺ ചോദിച്ച് അടി കൂടി അടി. അപ്പം മര്യാദക്ക് ഫോണിൽ കേട്ടാ എൻ്റെ ഫോൺ ചോദിച്ച് ഈ പിള്ളേര് തല്ലുകൂടി എന്നെ കസാരന്ന് മറിച്ചിട്ടാ ചെക്കൻ. ഭാഗ്യത്തിനൊന്നും ഒടിഞ്ഞില്ല. പക്ഷെ ഈ തണ്ടല് ഭയങ്കരമായിട്ട് ഉളുക്കി. അപ്പൊ ഇന്നത്തെ കാലത്ത് അമ്മയ്ക്ക് ഫോണുണ്ട്, ആർക്ക് ഫോണില്ല? അത് വേണ്ടാന്ന്. അത് എൻ്റെ മോൻ്റെ ഫോണിൽ നിന്ന് അവള് ചില അമ്മമാരങ്ങനെ. എന്നാല് ഒരുപാട് സ്നേഹമുള്ള മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാരെ എനിക്കറിയാം. മോളെക്കാളും സ്നേഹം മക്കളോടാ. അപ്പൊ മക്കൾ പറയുമ്പോ അമ്മയ്ക്ക് ഇപ്പൊ അവള് വന്നപ്പന്, ചേട്ടൻ്റെ ഭാര്യ വന്നപ്പന് ഞങ്ങളെയൊന്നും വേണ്ട അങ്ങനെ പറയുന്ന നല്ല പുണ്യപ്പെട്ട അമ്മമാരുണ്ട്. രണ്ടും പേരെ പറയാനില്ല. ഈ അമ്മമാർക്ക് വിഷമാവും. ദൈവമേ, ഞങ്ങൾ എന്ത് വന്നായിട്ട് ഞങ്ങളുടെ മരുമക്കളെയും മക്കളെയൊക്കെ നോക്കണേ, ഈ പെണ്ണോരെണ്ണോ പറയണത് അല്ലട്ടാ. പക്ഷെ ഭൂരിഭാഗവും മക്കളെ നോക്കാൻ ഡ്യൂട്ടി കിട്ടിയ അപ്പനും അമ്മയുടെയും മനസ്സിലെ ഏത് നേരത്തമാവോന്ന് ഒരു അതിവ്യാധി ഇല്ലേ? ഒരമ്മ എന്നെ ഇന്നലെ വിളിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ആള് പറഞ്ഞു, എനിക്ക് 24 മണിക്കൂറും മോളെ കിട്ടുന്ന സമയം ഞാൻ ആരാധനയിൽ പോയിട്ടിരിക്കും. വീട്ടിൽ മൊത്തം ടോക്ക് കേൾക്കും. എന്ത് കേൾക്കും? നമ്മളിപ്പോൾ അങ്ങനത്തെ ട്രെൻഡാണല്ലോ നമ്മുടെ ഈ ഇപ്പോഴത്തെ വൈബ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഫോൺ എടുക്കുന്നു, വാട്സാപ്പ് ഓൺ ചെയ്യുന്നു, ഓരോ ടോക്ക് മാറി മാറി ഒരെണ്ണം കേട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് മാറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ തോണ്ടി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം മരിയോളായിട്ട് വഴക്കുള്ളൊരു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മരിയോക്കളെ കുറ്റമായ ടോക്ക് കേൾക്കാനാണ്. അതാണ് അവിടെ പറയാൻ. അതൊന്നും പറയാൻ കൂടില്ല. അപ്പം എണ്ണം ഇട്ടടിക്കുക, അതിൻ്റെ പിന്നെ നടക്കും. ഏത് അപ്പം ആര് കേൾക്കാനെന്ന് വെച്ചോളേ. അപ്പം അവൾ എന്നോട് പറയായിരുന്നു, കാലത്തൊട്ട് ടോക്ക് കേൾക്കും. എന്നിട്ട് എന്നോട് കുശുമ്പ് മാത്രമേ കാണിക്കുന്നത്. ഇപ്പം ഏതൊരു എന്നോട് അച്ഛൻ്റെ പേര് പറഞ്ഞ പേര് പറയണ്ട, അച്ഛൻ കിടന്നത് മരിയോക്കളുടെ മെക്കെട്ട് തരാം. അപ്പം നോക്കിയപ്പോൾ എൻ്റെ പിന്നിൽ ഈ ഫോണും കൊണ്ട് അമ്മ അതെന്ത് നിനക്കുള്ളതല്ല കണ്ടില്ല, കേട്ടോ കാരണം അച്ഛൻ പറഞ്ഞേണ്ട നീ എന്നോട് കാണിക്കണ്ട നീ. അപ്പൊ ഇവളെന്ത് ചെയ്തു? കുറച്ച് ദിവസമൊക്കെ കണ്ടപ്പോൾ സ്വസ്ഥതയെ വിഷമായി. ഇവിടെ അച്ഛനെ ഫോൺ ചെയ്യാൻ ചോദിച്ചു. അച്ഛൻ ദയവ് ചെയ്ത് അങ്ങനെ അച്ഛൻ 2 ദിവസം പറഞ്ഞല്ലേ അമ്മ കേട്ടില്ല. അമ്മ ഈ ഭാഗം മാത്രം തെരഞ്ഞു പിടിച്ച മര്യാദ പിന്നാലെ നടക്കുക. അപ്പൊ ഇവള് അമ്മായിമ്മമാരെ കുറ്റന്മാരുടെ കണ്ടുപിടിച്ചു. നല്ല ഉറക്കടുക്കള കൊണ്ടുവച്ചു. അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. കണ്ടു മത്സര ബുദ്ധി. കുടുംബം നരകമായിട്ട് മാറാൻ പ്രിയപ്പെട്ടവരെ. അടുക്കള ആൾക്കാരെയാകണമെങ്കിൽ അമ്മമാരെ പരിശുദ്ധിയുള്ളവരാകണം. അമ്മമാരെ ദൈവത്തെ ആരാധിക്കുന്ന അമ്മമാരാകണം. ഈ മക്കളെ ഓർത്ത്, ഈ വേദനകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും തമ്പുരാനെ നന്ദി. ഈ മകളുടെ കുറവുകളോടുകൂടി ഇവളെ ഞാൻ സ്നേഹിക്കുന്നു, ഈ അമ്മയുടെ കുറവുകളോടുകൂടി തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നു, നീയെ എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ജനം മറന്നുപോയി പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ അടുക്കള ആൾക്കാരെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അടുക്കള എന്താ? അമ്മ ചെയ്താൽ മരുവൾക്ക് പറ്റില്ല, മരുവൾ ചെയ്താൽ അമ്മയ്ക്ക് പറ്റില്ല. അമ്മ കസാര ചെന്നിരിക്കും, ഇതൊക്കെ ഇങ്ങനെ മൂക്കോണ്ടൊക്കെ ഒരേ ആക്ഷൻ കാണിക്കും. അതെ നന്നായി. നമുക്ക് നന്നായിട്ട് ഭക്ഷണം വയ്ക്കാൻ അറിയാം. ഇപ്പോഴും അങ്ങനെ അറിയില്ല. അപ്പൊ അമ്മ മോനോട് ഉപ്പ് കൂടിണ്ടാ, അത് അവളോട് അതൊന്ന് രുചിച്ച് നോക്കി ഇത്തിരി ഉപ്പ് അധികം. അപ്പൊ അമ്മയ്ക്ക് അറിയാതെ കുറച്ചാളും ട്രിക്കുകൾ അറിയില്ലേ, അത് പറയാൻ 2 കിട്ടട്ടെ തന്നെ ആയിരിക്കും. അപ്പൊ അവ ഇത്തിരി കോപിച്ചിട്ടാ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഈ ഭക്ഷണം വെച്ച് തള്ളണം. അപ്പം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അടുക്കള എന്ന് പോയി അന്ന് തൊട്ട് ഇവിടെ ഇതൊക്കെ ഇതെൻ്റെ മോനെ. അപ്പം മനസ്സിലായി ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന എൻ്റെ പുണ്യം കൊണ്ടാണ്. പിന്നെ എന്തിനും മിണ്ടണേ? ഇത്രയും പറഞ്ഞാൽ പോലെ. ഹല്ലേലൂയ. ഇവിടെ യേശു വസിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തു വസിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടാകണം. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ സ്നേഹം കരുണയായി നമ്മിൽ നിന്ന് പുറത്തു വരും. ആരിലേക്ക്? കുടുംബാംഗങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, അയൽവാസികളിലേക്ക് ഒഴുകി വരണം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ആൾ ഞാൻ നമ്മുടെ കൃപാസന്റെ ജോസഫ് അച്ഛൻ അറിയുമല്ലോ അല്ലേ? അറിയോ? ഇതച്ഛൻ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് പറയാം.
അച്ഛൻ പറയുമായിരുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് എന്നും കുർബാനയ്ക്ക് പോകുന്ന ആളുകളെ കാണുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ തന്നെയാണ് നിങ്ങളോട് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞത്, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഉത്തരം ഞാൻ തന്നെ പറയാം. അച്ഛൻ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ടോക്ക്? എനിക്ക് അറിയില്ല, ഞാൻ കേട്ടു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ തോന്നിപ്പോയി അച്ഛനെ ഇപ്പൊ നിർത്തിയതാ. അപ്പൊ ഇതാണ് പറയണേ. കാരണം ഇന്ന് കുർബാനയ്ക്ക് പോകുന്ന ആളുകളുടെ ജീവിതവും കുർബാനയുമായി ബാക്കി പറയേ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സത്യം സങ്കടത്തോടെ വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പല വിധത്തിലും പല തരത്തിലും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളല്ലേ. ഇപ്പൊ ബൈബിളൊക്കെ എഴുതും ഒരു കാലഘട്ടം എന്തോ ഒരു സമ്മാനം കിട്ടി. ഇവിടെ ബൈബിൾ എഴുതി പൂർത്തീകരിച്ച ആളുകളുണ്ടോ? കൈപ്പൊക്കോ. ഈ മറ്റത്തെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലേ ദൈവം? കൈബന്ധി ഒരാളുണ്ട്. കൈബന്ധിയോ? ഓ ദൈവമേ, മാനം കാത്ത 2-3 പേരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ നമ്മൾ എഴുതുന്നു. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. എൻ്റെ കൈ തരിച്ചപ്പോൾ ഞാൻ നിർത്തി, പറ്റിയില്ല. അപ്പോൾ ഓരോ മനുഷ്യനും ദൈവം വ്യത്യസ്തങ്ങളായ കഴിവുകളും കൃപകളുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ഈ വീട്ടിനെ പോളേട്ടനെ എഴുതിവിട്ടിങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ചേട്ടൻ്റെ വൈഫ് എഴുതി. ഞാൻ അതിശയിച്ചു പോയി. ഇവരെ വീട്ടിൽ ഞാൻ പോയപ്പോൾ വലിയൊരു ബൈബിൾ ഇപ്പം ഞങ്ങൾ 2 പേരും കൂടി എഴുതിയതാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും പ്രിയപ്പെട്ട. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ആ ബൈബിളായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, അതിൻ്റെ വചനം ഒരെണ്ണം പോലും അനുമതിയാണെങ്കിൽ നമ്മൾ പാലിക്കില്ലെങ്കിൽ അത് നമുക്ക് അപമാനമാണോ അഭിമാനമാണോ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ, മറ്റങ്കാരാ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദ്യം പറഞ്ഞിട്ടുള്ള ഉത്തരം നിങ്ങളെ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ പ്രതീക്ഷിക്കും ഇല്ലേ? ഇപ്പൊ നമ്മുടെ പള്ളിയിൽ തെറ്റും ചീത്തവാക്ക് പറഞ്ഞ് നമ്മൾ സമ്മതിക്കുമോ? ഷോക്കായി പോകും. പക്ഷെ എന്ത് പുറത്താണ് അച്ഛൻ, വെറുതെ ഒന്ന് അമിതമായിട്ട് കോപിച്ചാൽ മതി ഇല്ലേ? നമ്മുടെ മനസ്സിൽ തകരുമ്പോൾ നമ്മളതിനേക്കാൾ അപ്പുറമുള്ള ആൾക്കാരെ. പക്ഷെ ഇവരിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പുണ്യപ്പെട്ട വാക്കും പ്രവൃത്തിയുമാണ് പറയേ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എന്നിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് കർത്താവ് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സഹകരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പല കുടുംബങ്ങളുടെ സഹകരണം ഇല്ല. ഒരു ചേച്ചി എന്നെ 2 ദിവസം മുൻപ് വിളിച്ചു, ഞങ്ങളുടെ കൂട്ടായ്മ വരണ്ട. ഇപ്പോൾ ഞങ്ങൾക്ക് ജെറുസലേമിൽ ചൊവ്വയും വ്യാഴ ആരാധനയുണ്ട്. ഞങ്ങളുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അവിടെ 24 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന ചേട്ടന്മാരാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചൊവ്വയും വ്യാഴം ഞങ്ങളൊന്ന് ചെന്ന് അവിടെ ജോൺ ചേട്ടൻ നമ്മുടെ കൂട്ടായ്മയുടെ ചേട്ടനാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ആ ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ചേച്ചി. അപ്പൊ ചേച്ചി പറഞ്ഞു, ചേച്ചി വരുന്ന കവലയിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവര് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യ ആഴ്ചയിൽ 2-3 ദിവസം അണിഞ്ഞൊരുങ്ങി ഒരു ബാഗും പിടിച്ച് പോകുന്നുണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചേട്ടൻ ഒരു മദ്യപാനിയാണ്. മദ്യപിക്കുന്ന ഒരു ചേട്ടൻ്റെ ചെവിക്ക് ഇങ്ങനെ എത്തി എങ്ങനെയുണ്ടാവും? ചേച്ചി പാവം ഇവിടെ നിന്ന് ആരാധനയൊക്കെ കഴിഞ്ഞ് ഭയങ്കര അനുഭവമായി കിട്ടിയ വാചനമൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഒരാളിങ്ങനെ തുള്ളി നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് സമ്മതത്തിൽ കുറച്ച് നാളായി, 2 മാസമായി വന്നു തുടങ്ങിയിട്ട്. ആ ചേട്ടന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ചേച്ചി വന്നേ. അവിടെ ചെന്നപ്പോ പറഞ്ഞു, എവിടേക്കാ പോയത്? അപ്പൊ എന്ത് ഇങ്ങനെ ചോദിക്കണേ? ഞാൻ പോവാന്ന് പ്രാർത്ഥിക്ക് പോവാന്ന് പറഞ്ഞിട്ടില്ല, ചേട്ടനോട് പറഞ്ഞിട്ടല്ലേ പോയെന്നു പറഞ്ഞിട്ടൊക്കെ പോയെ. പക്ഷെ ആൾക്കാർ അങ്ങനെയല്ല പറയണേ. അപ്പൊ ആർക്കായി കുറ്റം? ആ ചേട്ടൻ ആ വിളിച്ച ആളോട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ട് പോയത് പറഞ്ഞ ആ ചേട്ടൻ്റെ വായ പറഞ്ഞില്ലേ, പറഞ്ഞില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മക്കളുടെ കയറി ഇതാകെ സങ്കടപ്പെട്ട് വിഷമിച്ച് എന്നെ വിളിച്ചു. ചേച്ചി ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് വരില്ല കേട്ടോ, കാരണം വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാരെ കുറിച്ച് ഒത്തിരി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാറില്ല. അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സാവൂള് ഇങ്ങനെ പിന്നെ കുതിരപ്പുറത്ത് പോകുമ്പോഴാണല്ലോ ഒരു ഡമാസ്കസിൽ വെച്ചിട്ട് ഒരു വലിയ അടി കിട്ടി കുതിരപ്പുറത്തൊക്കെ വീഴുന്നത്. ഞാൻ പറയുന്നത് അറിയില്ലേ? അപ്പൊ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ തൊഴിക്കുന്നത് ഇരുമ്പാണിമയാണ്. എവിടെയാ? നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അവിടെ ആരെയും ഇരുമ്പാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഉണ്ടോ? ഇവിടെ കർത്താവിൻ്റെ, ഞാൻ ഒരു ദിവസം നമ്മുടെ ഡാനിലച്ചിൻ്റെ ടോക്കുകളുടെ പറ്റിയതിനെ പറ്റി പറയായിരുന്നു. അച്ഛൻ ഇങ്ങനെയാ പറഞ്ഞു തന്നെ, കർത്താവിൻ്റെ ആ 2 പാദങ്ങളിലും അടിച്ചിറക്കിയ ആ ഇരുമ്പാണിയിലാണ് ആര് അടിച്ചത്? സാവൂൾ അടിച്ചത്. 2 ഉപകാരം ഉണ്ടായില്ലേ? ഒന്ന്, അറിയാണ്ടാണ് ഈ ഇരുമ്പാണിമ തൊഴിച്ചതെങ്കിൽ, അതായത് ദൈവ ശുശ്രൂഷകരെ അടിക്കുമ്പോൾ അത് ആർക്കാ കൊള്ളണേ?
കർത്താവിന് വളരെ അടിയാ. അതിങ്ങനെ എടുത്തു പറയുകയാണ്. അച്ഛൻ പറയുകയായിരുന്നു, ഇരുമ്പാണിയും അടിക്കുമ്പോൾ 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ കാലിലെ രക്തം അറിയാണ്ട് ഈ അടിച്ച ആളുടെ മേത്തേക്ക് തെറിക്കും. അങ്ങനെ കർത്താവിന്റെ രക്തം തെറിച്ച ഒരു മനുഷ്യനെ കർത്താവ് വീണ്ടെടുക്കാതിരിക്കോ? സൗൽ പിന്നെ ആരായിട്ട് മാറി? ഒരു വലിയ അപ്പസ്തോലനായിട്ട് മാറി. വിജാതിയുടെ അപ്പസ്തോൽ എന്നറിയപ്പെട്ട പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയാത്ത നാനാജാതി മതസ്ഥരുടെയില് യേശുവിനെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് വളരെ വീരോചിതമായിട്ട് പ്രസംഗിക്കുവാൻ പൗലോസ്ലീഹായ സ്വർഗം അഭിഷേകം ചെയ്തപ്പോൾ ഇങ്ങനെ ഇരുമ്പാണിമ തൊട്ട പല ആളുകളാണ് ഇന്ന് ഈ വിജാതിയായി നടക്കുന്ന മനുഷ്യർ നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നത്. എനിക്ക് ഒരുപാട് മനുഷ്യരെ അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാത്ത കാലഘട്ടങ്ങൾ ഒരുപാട് എതിർത്ത് കാണും. പക്ഷെ അറിയുമ്പോൾ എന്തുണ്ടാവും? അതൊക്കെ താഴെ വെച്ച് മാപ്പ് പറഞ്ഞ് കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുതാപ കണ്ണുനീരോടെ അനേക മക്കള് ഈ സത്യവിശ്വാസം സ്വീകരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ പേരെ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഈ ചേച്ചി പറഞ്ഞ സംഘടനയ്ക്ക് ഞാൻ വരുന്നത്, ഈ ഇരുമ്പാണിന്ന് മറ്റേ ആള് തൊഴിച്ചുപോയി. അപ്പൊ അവന്റെ കാലുകളിൽ അല്പം രക്തം ഈ മുറിവിൽ നിന്ന് ഒന്ന് തെറിച്ചു കാണില്ലേ. ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് മുതലേ ആ ചേട്ടനെ വേണ്ടി പ്രാർത്ഥിക്കാൻ. പേര് പറ. ഒന്നിനുമല്ല, ചേട്ടൻ ഈ കർത്താവിന്, ചേട്ടൻ ക്രിസ്ത്യാനിയാ. ആ ചേട്ടൻ ഈ ചേച്ചി അറിഞ്ഞ ഈ സ്നേഹം ഇതിനേക്കാൾ ഇരട്ടിയായി ആരറിയണം? ആ ചേട്ടൻ അറിയണം. ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിനിഞ്ഞാന്ന് ഇതൊക്കെ പകലുണ്ടായി. രാത്രി അവരുടെ ചേച്ചി, ആ ചേട്ടന്റെ ചേച്ചി, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സാരം ചേട്ടാ വേണ്ടി ഈ ചേച്ചിയും സോറി പറഞ്ഞു. ചേട്ടൻ ചെയ്ത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല പറയണേ. അപ്പൊ ഞങ്ങളപ്പോൾ പതുക്കെ ആ ചേച്ചി പണിയിലൊന്നും പോലെയാന്ന് പറഞ്ഞു. ചേട്ടന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞായറാഴ്ച കുർബാന പോലും. അപ്പൊ ആ കുടുംബത്തെ നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ഈ ഒരു വേദനയുടെ ദൈവം ഒരുക്കി. നമ്മളെക്കാളും സഭയുള്ള കുടുംബമായിട്ട് ആര് മാറും? ആ കുടുംബം ആ ചേട്ടനിലൂടെ മാറുമ്പോൾ നമുക്ക് 100-110% ഉറപ്പാണ്. അപ്പൊ നമ്മളെ സ്വാതന്ത്ര്യം തരാതെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടരുത്. കർത്താവിന്റെ ഇരുമ്പാണിമ തൊഴിക്കുമ്പോൾ അല്പം രക്തം ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്നലെ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നട്ടാ. ആ പറഞ്ഞ വാക്കുകളെ ധ്യാനത്തിൽ ശത്രുതയും കൊണ്ട് നടക്കുക. സാരല്ല, അറിവില്ലാണ്ട അജ്ഞരായ മനുഷ്യർക്ക് ഈ സ്നേഹം അനുഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇത് രുചിക്കാത്ത മനുഷ്യനോട് ഇത് മധുരാന്ന് അവർക്കറിയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ തമ്പുരാന്റെ തിരുമുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊരു പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. നമ്മള് സഭ സ്വഭാവത്താലെ മിഷണറിയാന്ന് നമുക്കറിയാം. അറിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി മിഷൻ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ ഇരുന്ന് യേശുവിനെ അറിയാത്തവര് സ്വജാതിയിലുണ്ട്, വിജാതിയിലുണ്ട്, മാമോദീസ സ്വീകരിച്ച മനുഷ്യരുടെ സ്വീകരിക്കാത്തവരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി തമ്പുരാന്റെ സന്നദ്ധിയിൽ എന്ന കണ്ണുനീരോടെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങള് ഇന്നും ഒരു ഉത്തരമില്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു കാണിക്കയായി സമർപ്പിച്ച് തമ്പുരാന്റെ കരകളിലേക്ക് ഈ കുടുംബത്തെ, ആ വ്യക്തിയെ, ആ കൂട്ടായ്മയെ, ആ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നലെ അല്ലെങ്കിൽ നാളെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്കട്ടയായിട്ട് പറഞ്ഞു. നമ്മുടെ തീക്കട്ടയാണ് കുർബാന. ഈ ആരാധന പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ ഈശോ, അതാണ് നമ്മുടെ തീക്കട്ട എന്ന് പറയുന്നത്. അവനെ സ്വീകരിച്ചിട്ട് നമ്മൾ ഇന്നും കരിക്കട്ടയായിട്ടിരിക്കുന്നുവെങ്കിൽ എന്ത് മാറ്റമുണ്ട്? ആരും വരെ മൂർച്ച കയറി നോക്കരുത്. അന്നാവും വേണ്ടി പറയാം. നിങ്ങളും ജ്വലിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങളും ആത്മാവിൽ ആരാധിക്കണം. ആഗ്രഹം കൊണ്ട് പറയട്ടെ. അപ്പൊ നമ്മളെന്നും കരിക്കട്ട ഇങ്ങനെ കുമ്മായിട്ട് നടന്ന പറ്റില്ല പ്രിയപ്പെട്ടവരെ. ജീവിതം നമ്മൾ വിട്ടുകൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം ആരും തിരിക്കണ്ട, കാണില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നുവെങ്കിൽ അതേറെ ഫലം പുറപ്പെടുവിക്കും. അഴുകുന്നില്ലെങ്കിലോ അതിന് ഫലം പുറപ്പെടുക എങ്ങനെ സാധിക്കുക പ്രിയപ്പെട്ടവരെ? നമ്മൾ ഇന്ന് പെട്ടിക്കകത്തിരിക്കുന്ന ഗോതമ്പ് മണിയാണോ, അതോ നിലത്ത് വീണ് അഴുകുന്ന നമ്മുടെ ഒരു ഗോതമ്പ് മണിയാണോ? ചിന്തിക്കണം നമ്മളിന്ന്.
പെട്ടിക്കകത്താണോ? ഓ, അവർക്ക് മുടി പെട്ടിയിൽ കയറില്ല. പെട്ടിക്കകത്തിരുന്നാൽ കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, അവന്റെ കരങ്ങളിലെ വഴക്കമുള്ള ഉപകരണമാകണമെങ്കിൽ സഹനങ്ങളിലും സങ്കടങ്ങളിലും ശാന്തത കൈവെടിയാതെ നമ്മൾ മുന്നോട്ട് പോകണം. അവനൊരു പദ്ധതിയുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കും. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ യോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മ വഴി വിശുദ്ധ യോസേപ്പ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് മറ്റും ഇടവകയെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്കറിയാം 30 വർഷത്തോളം സ്കൂളുകളിലെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലെ തർക്കമായിരുന്നു. 30 വർഷത്തിന് ശേഷം നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്കൂളുകൾ നമുക്ക് തിരിച്ചു കിട്ടി. ഇന്ന് രാവിലെ പെരിയ ബഹുമാനോട് വികാരിച്ച് നമ്മുടെ സ്കൂളുകളിൽ പോയി മാനേജറായി ഒപ്പുവെച്ച് ചാർജ് എടുത്തു. വലിയ സന്തോഷമാണ്, വലിയ ദൈവാനുഗ്രഹമാണ് നമുക്ക് ഇന്നത്തെ ദിവസവും ലഭിച്ചത്. തമ്പുരാനോട് നന്ദി പറയാം. തുടർന്ന് ഇന്നു മുതൽ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, നമ്മുടെ സ്കൂളുകളുടെ മാനേജർ എന്ന ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ നിർവഹിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ വിജ്ഞാനിച്ചു എന്നറിയാനും നമ്മുടെ നാടിൻ്റെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി സ്കൂളുകൾ വളർത്തിയെടുക്കാനുള്ള കൃപ വിചാരിച്ച് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ പിടിച്ച മഴയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ മഴ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് താഴെ പെയ്യുന്നുണ്ട്. പല ജില്ലകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രളയങ്ങളും വെള്ളപ്പൊക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മഴക്കെടുതി മൂലം വേദന അനുഭവിക്കുന്ന വിഷമിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും നമുക്ക് ഓർക്കാമെന്ന് പ്രത്യേകം അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ 15 നോമ്പ് ആരംഭിക്കുകയാണ്. പരിശ്രമയുടെ സ്വർണ്ണാരോപണ തിരുനാളിനായിട്ടുള്ള 15 നോമ്പ് ഇന്ന് മുതൽ ആരംഭിക്കുന്നു. തിരുനാളിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്യാം. 1-ാം തീയതി അറിയാമല്ലോ, ഈ ഒരു മാസം മുഴുവൻ ദൈവാനുഗ്രഹപരമായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിയോടും ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടെ ഒരുമയോടെ ഈ ബലി ഒന്ന് ചേർന്ന് നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. ഈശോ നീ ഉള്ളിൽ വന്ന
ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന് വെളിപ്പെടണമേ. ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ. ഈ സമയം തമ്പുരാന്റെ സ്നേഹമഗ്നിയായി മഴയായി കാറ്റായി ചൂടായി നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കട്ടെ. നമ്മുടെ ഹൃദയ സങ്കടങ്ങളെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കുടുംബ പശ്ചാത്തലങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ചു പ്രാർത്ഥന സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നും പറയുന്നുണ്ട് അറിയാതെ മറന്നുപോയില്ല. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഒരുപാട് ശുശ്രൂഷകളിലൊക്കെയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലുണ്ട്, പള്ളിയിലുണ്ട്, ഇടവക യൂണിറ്റുകളിലൊക്കെ ഉണ്ട് ഇല്ലേ? അതുകൊണ്ടൊക്കെയാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. എന്ത്? സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ പ്രതിനിധികളെ അതിജീവിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു മിനിസ്ട്രിയാണ്. കൊച്ചു മിനിസ്ട്രിയാണ്. ഈ മിനിസ്ട്രിയിലെ ഒരു അംഗമാണ് നിങ്ങളുടെ ഒരംഗം. ആരാന്നറിയോ? ജോൺസൺ കാക്കേജ്. ഒരുപാട് നാളുകളായി എല്ലാ ദിവസവും ഈ മിനിസ്ട്രിക്ക് ഒരു കരുണക്കൊന്ത കൂട്ടായ്മയുണ്ട് ഓൺലൈനിൽ. നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. 9 മണി മുതൽ 9:30 അരമണിക്കൂർ. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ച് പേരുണ്ടാവുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന് അതൊരു വലിയൊരു അസറ്റാണ്, അനുഗ്രഹമാണ്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചൊരു കരുണക്കൊന്തയാണ്. അതൊരു കൂട്ടായ്മയിലോട് ചെല്ലുമ്പോൾ അതിൻ്റെ അനുഗ്രഹം വരുക. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ത്യയിൽ ഒത്തിരി സെന്ററുകളുണ്ട്. സ്വന്തമായിട്ട് ദൈവം ഈ അൽമായ പ്രേക്ഷിതരാണ്. അൽമായ പ്രേക്ഷിതർക്ക് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒത്തിരി ദിവ്യകാരുണ്യ സെന്ററുകൾ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതിലൊരു സെന്ററാണ് കേരളത്തിലെ നിങ്ങൾക്കറിയാം, ജെറുസലേം റിട്രീറ്റ് സെന്റർ കേട്ടുണ്ടോ? ജെറുസലേം ധ്യാനമന്ദിരം കേട്ടുണ്ടോ? അവിടെ നമുക്ക് 7 വർഷം കഴിഞ്ഞു ഒരു ആരാധന ചാപ്പല് നമുക്ക് സ്വന്തമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ജെറുസലേം ധ്യാനമന്ദിരത്തിൽ വരുമ്പോൾ അവിടെ അന്വേഷിക്കണം, എവിടെയാണ് ഈ വേളാങ്കണ്ണി ചാപ്പല് എന്ന് ചോദിക്കണം. വേളാങ്കണ്ണി മാതാവിന്റെ വലിയൊരു സ്റ്റാച്ചു വെച്ചിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. അത് 24 മണിക്കൂറും പ്രാർത്ഥന സെന്ററാണ്. 24 മണിക്കൂർ, കുറച്ച് സമയമല്ല. ഒരിക്കലും ദിവ്യകാരുണ്യ ക്ലോസ് ചെയ്യില്ല. അവിടെ വലിയൊരു ചാപ്പലാണ്. നിങ്ങൾക്ക് എപ്പോൾ വന്നാലും പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മുടെ അംഗങ്ങൾ, ഞാനും ഡെയിലിക്ക് ഉണ്ടാവും, ഇവിടെ ഇരിക്കുന്ന പോളചേട്ടൻ, അതുപോലെ ചാക്കോച്ചേട്ടൻ, സജീവ് ഇവിടേക്ക് ഉണ്ടാവും. അവിടെ വരുന്നവർക്കൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 10:30 മുതൽ ഒരു 1 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായിട്ട് സ്തുതിച്ചും ഡെലിവറൻസ് ഒക്കെ ചെയ്തും പ്രാർത്ഥിക്കും. ഒരു നല്ല കൂട്ടായ്മയാണ്. പാട്ടൊക്കെ പാടി ഒരു സ്പെഷ്യൽ കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തെങ്കിലും വന്ന് 2 മണിക്കൂർ ഈ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾക്കത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് സ്വന്തം മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കും. കാരണം മധ്യസ്ഥ പ്രാർത്ഥന ആണ്, ആരാധനയുണ്ട്, അവർ സ്തുതിപ്പുണ്ട്, ഗാന ശുശ്രൂഷയുണ്ട്. അത് അവിടെ വരുമ്പോൾ നമുക്കറിയാം 10-20 പേരുണ്ടാവുള്ളൂ. ഒരു വലിയ ഉന്നതത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേക ആത്മാക്കളും നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ ഇടവയ്ക്കും നിങ്ങളുടെ കൂട്ടായ്മകൾക്കും അവരുടെ കുടുംബത്തിനൊക്കെ വലിയ അനുഗ്രഹമാണ്. വ്യക്തി വിശദീകരണത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഈ വേളാങ്കണ്ണി ചാപ്പലിൽ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട്. 3 പേരോട് വന്നിട്ടുണ്ട്. ചാക്കോച്ചേട്ടൻ, സജി, പോളൊക്കെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. രാവിലെ 9 തൊട്ട് 5 വരെ ത്രൂഔട്ട് പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 10 തൊട്ട് വൈകുന്നേരം പുലർച്ചെ 6 മണി വരെ ഓരോരുത്തരും ഈ 2 മണിക്കൂർ ഡിവൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ചാപ്പലാണ്. അതുപോലെ ഇന്ത്യയിലെ രാജസ്ഥാനിലെ, ഛത്തീസ്ഗഡിലെ, മഹാരാഷ്ട്രയിലെ, പിന്നെ അവിടെ ഉത്തരാഖണ്ഡിലെ, ഇപ്പോൾ വെള്ളപ്പൊക്കമാണ്. ഉത്തരാഖണ്ഡ് ഋഷികേശില് വളരെ അപകടകരമായ സ്ഥലമൊക്കെയാണ്. അവിടെ സ്വന്തമായിട്ട് നമ്മുടെ ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവനും പോകാത്ത രൂപതകളില്ല. ഇന്ത്യയിൽ എത്ര രൂപതയുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? 174 രൂപതകളുണ്ട്. എത്ര രൂപതകളുണ്ട്? 174 രൂപതകളുണ്ട്. ലാറ്റിൻ, മലങ്കരയൊക്കെ ആയിട്ട്
ഈ 174 രൂപതകളിലെ രൂപതാധ്യക്ഷന്മാർക്കും വൈദ്യത്വ സന്യാസികൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ. അവരുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലം നമുക്കറിയാം. ഇവിടെ ഒത്തിരി കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, പലരും ഒഴിവ് കിട്ടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റിയിരിക്കുന്നവരാണ് അല്ലേ? ഒഴിവ് കിട്ടുമ്പോൾ അതിനില്ല, നമ്മൾ അലക്ക് കഴിഞ്ഞ്, തുടക്കൽ കഴിഞ്ഞ്, നമ്മുടേതായ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ്, ഒരുപാട് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല. പ്രാർത്ഥന നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കുടുംബം വ്യക്തി ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങളായി, വ്യക്തികളായി മാറുമ്പോഴാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വീട്ടിലിരുന്ന് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ജോലിക്ക് പോയിരുന്ന മക്കൾക്ക് വേണ്ടി, വിദൂരങ്ങളിൽ പഠിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ വിവാഹം കഴിഞ്ഞ് പോയ മക്കൾക്ക് വേണ്ടി, അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിദേശങ്ങളിലുള്ള മക്കൾക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഹല്ലേലൂയ. എല്ലാവർക്കും പള്ളിയിൽ വന്ന് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാഹചര്യം സംഭവിക്കില്ല. നിങ്ങൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ മലമുകളിലുള്ള പള്ളിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, അഖണ്ഡ ജപമാലയ്ക്കൊക്കെ നിങ്ങൾ കൂട്ടായ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഇടവക കൂട്ടായ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അതുപോലെ ഇവിടെ നിൽക്കുന്ന അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം. ഈ കൂട്ടായ്മ പ്രാർത്ഥനയും അഖണ്ഡ ജപമാലയും ഒന്നും നിങ്ങൾക്ക് വ്യർത്ഥമാവില്ല. ഹല്ലേലൂയ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയണത്. ഞാനൊരു 30-31 വർഷം സ്വർണത്തിന്റെ ബിസിനസ് പരിശീലനങ്ങളിൽ ചെയ്ത സ്വന്തം ഗോൾഡ് ഉടമയാണ്. നഷ്ടം വന്നിട്ട് നിർത്തിയതല്ല. സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ രുചി മനസ്സിലായിട്ട് ഉപേക്ഷിച്ച് ഫുൾ ടൈം ശുശ്രൂഷകനായി മാറിയതാണ് ഞാൻ, എൻ്റെ കുടുംബവും മുഴുവനും. ഹല്ലേലൂയ. അതിന്റെ അനുഗ്രഹം, അഭിഷേകം, പ്രദേശത്ത് നഷ്ടപ്പെട്ടതൊക്കെ ഭാവം തിരികെ തന്നു. അത് നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കില്ലേ നഷ്ടങ്ങൾ? നിങ്ങൾ വീട്ടിലിരിക്കുന്നവർക്ക് ഒരുപാട് കുടുംബത്തിന് പ്രശ്നമില്ലേ? കല്യാണം കഴിച്ചുകൊടുത്ത മക്കൾക്ക് പ്രശ്നം, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന മകൾക്ക് പ്രശ്നം, മരുമകളായിട്ട് പ്രശ്നം, ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം, ഒരുപാട് കല്യാണം നടക്കാത്തവര്, നടന്നവരുടെ പ്രശ്നങ്ങൾ, കല്യാണം നടന്നവരുടെ പ്രശ്നങ്ങൾ, മക്കളില്ലാത്ത പ്രശ്നങ്ങൾ, പ്രോപ്പർട്ടി സംബന്ധമായ പ്രശ്നങ്ങൾ, എന്തെല്ലാം ഒന്നല്ലെങ്കിൽ ഒരു തന്നെ ഈ പ്രശ്നങ്ങളാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ എന്ന് പറയുമോ? നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് പ്രശ്നങ്ങളാണ്, സഹനങ്ങളാണ്. ഇല്ലേ? സഹനല്ലേ? അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനാണ് എന്ത് കിട്ടുക? സഹനം. എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ് നിങ്ങൾക്ക് ഈ സഹനത്തിന്റെ ബുദ്ധിയെന്ന് കൊണ്ടെത്തിക്കരുതാനും. അത് നിങ്ങളെപ്പോലെ സഹനം ഏത് തരത്തിലൊക്കെ അനുഭവിക്കുന്ന 100 മക്കൾക്ക് വേണ്ടി, 100 കുടുംബങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരുമകൾക്ക്, മരുമകനെ, ഭർത്താവിനെ, കടക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിനെ, സാമ്പത്തിക ഞെരുക്കത്തിന്, നിങ്ങളുടെ എല്ലാ രോഗപീഠകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത്രയും അഭിഷേകം കിട്ടുള്ളൂ. 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? അത്രയും കൂടി അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അളവ് വർദ്ധിക്കും. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. മധ്യസ്ഥ പ്രാർത്ഥന വരം കിട്ടാൻ വേണ്ടി നമുക്കൊരു വചനം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടർന്നുള്ള സെക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് ഒരു നിമിഷം ഒരു വചനം എഴുതി പറയാം. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ, അവരുടെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ അന്തരംഗമേ, അവരുടെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. ഹല്ലേലൂയ. 4-5 കാര്യങ്ങൾ എങ്ങനെ കിട്ടുക? ദൈവത്തിനെ വാഴ്ത്തുമ്പോൾ, ദൈവത്തിനെ വാഴ്ത്തുന്ന കുടുംബത്തിന് ദൈവം നൽകിയ വാഗ്ദാനമാണ്. എന്താണ്? അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ വിടുതലിനാത്മാവേ അഗ്നിജനഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ. സമസ്ത മേഖലകളിൽ വിടുതൽ ലഭിക്കട്ടെ. ഇരിഞ്ഞാലക്കുടയാണ് വീട്. 2 മക്കള്, ജീവിത പങ്കാളി മഹേന്ദ്ര ഹോസ്പിറ്റലില് ഡോക്ടർ ജോണിന്റെ ഭാര്യയാണ്.
അപ്പച്ചാൻ അമ്മച്ചൊക്കെ വീട്ടിലുണ്ട്. ചാലക്കുടിയിൽ വാക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇത്രയും ദൂരം ഈ മഴയത്ത് വണ്ടി ഓടിച്ചു വരാനുള്ള കാരണം ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ്. നിങ്ങളുടെ നിമ്മയെ പ്രോത്സാഹിപ്പിക്കാം. അല്പസമയം സാക്ഷ്യം കേട്ടതിന് ശേഷം നമുക്ക് തുടർന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 3:30 മണി വരെയാണ് നമ്മൾ പതിവ് ശുശ്രൂഷ. അതിനുശേഷം അരമണിക്കൂർ നമ്മൾ ഒരു ആരാധനപ്പെടുത്തി ശുശ്രൂഷ നടത്തി 4 മണിക്ക് കൃത്യം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ സംവിധാനം ഉണ്ടാവും. അപ്പോൾ 4 മണി വരെയാണ് നമ്മൾ ശുശ്രൂഷ. തുടർന്ന് നിമ്മിയെ കരമടിച്ച് ഈശോയെ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവർക്കും സന്തോഷമാണോ? ശരിക്കും സന്തോഷം? എന്നിട്ട് മുഖത്ത് സന്തോഷം കാണാനില്ലല്ലോ. ഓക്കെ, ഈ ആന്റി നന്നായി ചിരിക്കട്ടെ. എന്താ ആന്റി ഇത്ര സന്തോഷം? ഭയങ്കര സന്തോഷാണെന്ന് പറഞ്ഞാൽ ചിരിക്കലുണ്ട്. അപ്പൊ എന്താ സന്തോഷം? ദൈവത്തിന് കൂടുതൽ അറിയാൻ പറ്റി. ഓക്കെ, ഇനി വേറെ ആർക്കാ ഭയങ്കര സന്തോഷല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ആരും ചിരിക്കണ്ട. ഇപ്പൊ എല്ലാവരും ഗൗരവമായി ഏറിട്ടോ എല്ലാവരും റിലാക്സ് ചെയ്തിരുന്നേ. ഓക്കെ, ഇവിടെ ജീവസങ്ങൾ പറഞ്ഞു ഒരു ചെറിയ സാക്ഷ്യം പറയാനാ വന്നത്. പക്ഷെ സാക്ഷ്യം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഈശോ എന്നെ പഠിപ്പിച്ച 1-2 കുഞ്ഞി പാഠങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പൊ അത് പറയണേലും 1-2 ആശയങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പൊ നമുക്കറിയാം 24 മണിക്കൂർ ഒരു മനുഷ്യനുള്ളിൽ ഏറ്റവും ഉന്മേഷദായകവും പിന്നെ ഏറ്റവും പ്രസന്നവും നമ്മുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണേ. ആണോ? പ്രത്യേകിച്ച് ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് മഴയുടെ ഒരു തണുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും വളരെ ഉന്മേഷവാന്മാരും ഉന്മേഷവതികളുമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളല്ല, ഞാനേ. അപ്പോ ചിലപ്പോ നമ്മള് അഗാധമായ ധ്യാനത്തിലേക്കൊക്കെ കടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു എക്സർസൈസ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പലരും ചീത്ത വിളിച്ചു തുടങ്ങി. മനസ്സിൽ ശനിയാഴ്ചയായിട്ട് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ഈ പെണ്ണ് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. ശാരീരിക അധ്വാനം ഒന്നുമില്ല, ഇരുന്നിട്ട് ചെയ്താൽ മതി. നമ്മള് ബൈബിള് പഠിക്കുമ്പോഴേ ഈശോ നമ്മളെ 2 കാര്യങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ട് ഈശോ നമ്മളെ 2 കാര്യങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. എന്തൊക്കെയാണെന്നറിയോ? അതായത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പിന്നെ ഈശോ ഒരു കാര്യം കൂടി പഠിപ്പിച്ചുല്ലോ, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഭയങ്കര സ്മാർട്ടാട്ടോ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഞാനിപ്പോ ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഈശോ നമ്മളെ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർ എന്ത് പറയും? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയും. അത് അവർ പറഞ്ഞു കഴിയുമ്പോ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവർ എന്ത് പറയും? സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയും. ഈശോ നമ്മളെ എന്താ പഠിപ്പിച്ചേ? റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർ പറയണം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന്. അവർ പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ പറയണം സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്ന്. ഈശോ നമ്മളെ എന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഓക്കെ, ഈശോ നമ്മളെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു, സ്നേഹിക്കാനും പഠിപ്പിച്ചു. അപ്പൊ ഈ 2 വാക്കുകളാണ് എനിക്കൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹം. പ്രാർത്ഥനയും സ്നേഹവും. എന്താ പ്രാർത്ഥന? അതെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്നത് വെരി സിമ്പിൾ. ഈശോയോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ വിചാരം ഈശോ അമ്മായി നമ്മൾ മലയാളികളാണല്ലോ, അപ്പൊ ഈശോയ്ക്ക് ഈ ഭാഷാ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ എന്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 കൊന്ത ചൊല്ലി ഒരു 9 ആഴ്ച നോവേന കൂടി അങ്ങനെയൊക്കെ ചെയ്താലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വേണ്ട പോലെ മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുറെ മെനക്കെട്ട് അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് അപ്പോഴും ഈശോ ചില കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കില്ല. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഭാഷയുടെ എന്താ ഞാൻ തോന്നുന്നു. അപ്പൊ എന്താവും? ഞാൻ ബ്രേക്ക് ഡൗൺ ആവും. പിന്നെ നമ്മുടെ ക്ലീശ ഡയലോഗ് വരും, ഈശോയ്ക്ക് എന്താ കണ്ടില്ലേ, മൂക്കില്ലേ, ചെവിയില്ലേ, ഞാൻ പറയുന്നതൊന്നും കേൾക്കണില്ലേ? അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്റെ ഒരു പാഠം ഞാൻ പഠിച്ചത്. ഇനി വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്നത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഞാൻ അത്ര പ്രശ്നക്കാരിന്നല്ല കേട്ടോ. അപ്പോ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരുന്നു. ഏത് നമ്മൾ ഈ പിന്നീട് കുത്തി നമ്മളെ കുറ്റം പറയത് ചേച്ചിനെ കണ്ടാലോ അല്ലേ, അല്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരില്ലേ നമ്മളെ വലിയ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അപ്പോ വേറെ ചോദ്യം, എന്താ സ്നേഹം? എന്താ എന്റെ സ്നേഹം? ക്ഷമിക്കുക എന്നാണ് സ്നേഹം. എന്നാൽ നമ്മുടെ മതബോധന ഗ്രന്ഥം കേട്ടിട്ടുണ്ടോ? മതബോധന ഗ്രന്ഥം, അതിൽ സ്നേഹത്തിനെ കുറിച്ച് എന്താ പറയണെന്ന് അറിയോ?
ദൈവം സ്നേഹമാണ്. ഓക്കെ, അപ്പൊ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം എന്ത് ചെയ്തു? അത് ശരി, ദൈവം സ്നേഹമാണ്, ദൈവം അത് സ്നേഹിക്കാനും ദൈവം സ്നേഹിച്ചു, അതല്ല, ദൈവം സഹിച്ചു അല്ലെ? മതബോധന ഗ്രന്ഥത്തിലെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, അതൊരു ഫീലിംഗ് അല്ല, സ്നേഹം എന്ന് പറഞ്ഞ ഒരു ഇമോഷനും അല്ല, പിന്നെന്താ? സഹനം എന്നല്ല, മറ്റൊരാളുടെ നന്മേനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് സ്നേഹം. എന്നെക്കാളധികം മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക, അതിനെയാണ് മതബോധന ഗ്രന്ഥം സ്നേഹം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? റെസ്പോൺസ് പോരാ, മഴ വന്നപ്പോ പിന്നെയും ധ്യാനത്തിലേക്ക് ആരൊക്കെയോ പോകുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു കസിൻ ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് ഒരു ചേച്ചിയുണ്ട്, ചേച്ചി എ, ചേച്ചി ബി. ചേച്ചി എ കല്യാണം കഴിച്ചിരിക്കുന്നത് ചേട്ടൻ എനെ, ചേച്ചി ബി കല്യാണം കഴിച്ചത് ഒരു ഡോക്ടർ ചേട്ടനെയാണ്, ചേട്ടൻ ബി. അപ്പൊ ചേട്ടൻ എ ഒരു ദിവസം ചേട്ടൻ ബിയോട് ചെന്ന് പറഞ്ഞു, ചേട്ടാ എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ട് വരുന്നു, അപ്പൊ എനിക്കത് കാണുമ്പോ പേടിയാവാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വർഷം ചേട്ടൻ ബി പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, നിങ്ങൾ ഈ തല്ലൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു സമയത്തല്ലേ അവൾക്ക് ഈ ശ്വാസം മുട്ട് വരാറ്. അപ്പൊ ചേട്ടനേക്ക് അതിശയായി. അപ്പൊ ചേട്ടനെ ചോദിച്ചു, അതിങ്ങനെ ചേട്ടന് മനസ്സിലായ? കറക്റ്റാ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കശവിശയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് അവൾക്ക് ശ്വാസം മുട്ട് വരണേ. ചേട്ടനത് ഇങ്ങനെ മനസ്സിലായേ? അവളുടെ ചേച്ചീനെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്, അതിന് ഇത് തന്നെയാണ്, ഇത് പാരമ്പര്യമായിട്ട് വേറെ രോഗമൊന്നുമല്ല, മെഡിക്കൽ സയൻസിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ചേട്ടനെ എന്ത് ചെയ്തു തുടങ്ങി? തല്ലുണ്ടായാലും വേഗം ചെന്ന് രമ്യതപ്പെടാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ ഇതിന് ശ്വാസം മുട്ട് വന്ന് കൊലക്കുറ്റത്തിന് അകത്ത് പോകില്ലേ. അത് കാരണം എന്ത് എങ്ങനെ ആവട്ടെ, ഇഷ്ടം കൊണ്ടൊന്നല്ല, എന്നാലും പിന്നെ അവൾക്ക് അവളുടെ ആരോഗ്യത്തിന് അതാ നല്ലതെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ വേഗം ചെന്ന് രമ്യതപ്പെടാൻ തുടങ്ങി. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ചില നേരത്ത് നമുക്ക് സ്നേഹിക്കാനൊന്നും തോന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈശോ നമ്മളെന്താ പഠിപ്പിച്ചേ? പോയി എല്ലാം പോയി. ഈശോ നമ്മളെന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും. അപ്പൊ എന്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. ഞാൻ ഒരു കാലഘട്ടത്തില് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ, കുറെ ഭാഷാ പ്രശ്നം പേടിച്ചൊക്കെ കുറെ ഇരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവും. അപ്പൊ ഒരിക്കൽ ഞാനിങ്ങനെ ഈശോയായിട്ട് തല്ലുകൂടി നടക്കാം. അപ്പൊ പള്ളിയിൽ പോകാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, പേഴ്സണൽ പ്രയർ ചെയ്യാൻ മടി, എല്ലാത്തിനും മടി. അങ്ങനെ ഈശോയായിട്ട് ഞാൻ മുട്ട വഴക്കിൽ നടക്കാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന 3 കാര്യങ്ങളായിരുന്നു ദിവ്യകാരുണ്യ ആരാധന, പരിശുദ്ധ കുർബാന, വിശുദ്ധ ഗ്രന്ഥ വായന. അപ്പൊ ഇത് 3 എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയി ആ സ്റ്റേജിൽ. അങ്ങനെ ഞാൻ ഭയങ്കര ഈശോയായിട്ട് വഴക്ക് കൂടിയിരിക്കണ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യണ സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു സ്വരം കേൾക്കാണ്. എന്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരാണ്, ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു ഇഷ്ടവും നിനക്ക് തോന്നണില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചൂടെ? ഒട്ടും തോന്നാത്ത സമയത്ത്, നമുക്ക് ഒരു താല്പര്യവും വരാത്ത സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കണത് എന്താന്ന് പോലും മനസ്സിലാവാത്ത ഒരു സമയത്ത് നമ്മൾ ചെയ്യണ ഒരു ചെറിയ പ്രാർത്ഥന എന്ന് പറയണത് ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തൂടെ. ഇത് തന്നെ എന്റെ മനസ്സിൽ തോന്നാം. ഞാൻ ആരാ മോള്? ഞാൻ വാദിക്കാൻ തുടങ്ങി. ഞാൻ ഇത്ര നാളും പ്രാർത്ഥിക്കാനിട്ടാണോ? ഞാൻ ഈശോനെ സ്നേഹിക്കാനിട്ടാണോ? ഞാൻ ക്ഷമിക്കാനിട്ടാണോ? സഹിക്കാനിട്ടാണോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് മല്ലയുദ്ധം നടത്താണ് ആ സ്വരത്തിനോട്. പക്ഷെ എനിക്ക് ആ ഒരു സ്വരത്തിനെ അങ്ങോട്ട് ഫുള്ളായിട്ട് എതിർക്കാൻ സാധിച്ചില്ല. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഒരു 15-20 മിനിറ്റ് എടുത്ത് അവസാനം ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയോ? ഒരു നന്മ നിറഞ്ഞ മറിയം. 15-20 മിനിറ്റ് എടുത്തു ഞാൻ ആ ഒരു നന്മ നിറഞ്ഞ മറിയം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞു അങ്ങനെയായി. അത്രയും പോലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്നൊരു കാര്യം ശ്രദ്ധിച്ചു. അത്രയും ദിവസം ദൈവവിചാരം ഇല്ലാതിരുന്ന ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈശോനെ ആലോചിക്കുക. എന്റെ ഈശോ. പള്ളി കാണുമ്പോൾ ഒരു സങ്കടം, ഞാൻ എന്തോരം പോയിരുന്ന പള്ളിയാ. ആരാധന കേന്ദ്രം കാണുമ്പോൾ ഒരു സങ്കടം, ഞാൻ എന്തോരം പോയിരുന്ന നിത്യാരാധന, ഇപ്പൊ ഞാൻ അവിടെ കയറില്ലല്ലോ. അങ്ങനെ ഈശോനെ കുറിച്ചുള്ള ഒരു ഭാരം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. പണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് ആറ്റം ബോംബിനേക്കാളും പവറാണ്. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അന്ന് ഞാനൊരു വലിയ പാഠം പഠിച്ചു. ആറ്റം ബോംബ് എന്നല്ല, നമ്മൾ ചൊല്ലണ ഒരു നന്മ നിറഞ്ഞ മറിയമെന്ന് പറയണത് നമ്മുടെ ആത്മാവിനെ നേടണ വരെ ആ നന്മ നിറഞ്ഞ മറിയം ആക്റ്റീവായിരിക്കും, ഭയങ്കര പ്രവർത്തനക്ഷമമായിരിക്കും. അത് നമ്മളെന്നല്ല, നമ്മൾ ആർക്ക് വേണ്ടി ചെല്ലിയാലും അയാളുടെ ആത്മാവിനെയും ജീവിതത്തിനെയും നേടണ വരെ ആ നന്മ നിറഞ്ഞ മറിയം നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ഒരു ബോധ്യമായി. പക്ഷെ ഞാൻ പഴയപടിയായി. എനിക്ക് അന്ന് അങ്ങനെ ഈശോനെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ഞാനൊരു ദിവസം കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ടേബിളിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെയും ഒരു പ്രചോദനം വരാണ്, ആ ബൈബിൾ ഒന്നെടുത്ത് വായിച്ചാലോ എന്ന് തോന്നാണ്. അപ്പൊ വീണ്ടും നമ്മൾ തർക്കിക്കാൻ തുടങ്ങി. ഇല്ല, ഞാൻ ബൈബിൾ വായിക്കില്ല, ഞാൻ എന്തോരം ബൈബിൾ വായിച്ചതാ, ബൈബിൾ ധ്യാനിച്ചതാ. അങ്ങനെ വീണ്ടും നമ്മൾ ഈ യുദ്ധം തുടങ്ങി. പക്ഷെ അവസാനം അവിടെ ഞാൻ തോറ്റു. ഞാൻ ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ചു. പറഞ്ഞാൽ വിശ്വസിക്കുന്നു, പിന്നെയും അറിയില്ല, ബൈബിൾ തുറക്കാൻ പറ്റുന്നില്ല. കുറെ നേരമായിട്ട് ഞാൻ എഫോർട്ട് ഇടാണ് ഈ ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കാന്ന് വെച്ചാൽ മനസ്സിലങ്ങോട്ട് ഉള്ളിലുള്ള ഈശോയുടെ സ്നേഹമുണ്ട്. എന്നാൽ ഈ മറുതലിപ്പ് കാരണം ഈ ബൈബിൾ അങ്ങോട്ട് തുറക്കാനും പറ്റണില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് സങ്കടമായി തുടങ്ങി. ഞാൻ കരഞ്ഞു തുടങ്ങി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ ഹെൽപ്ലെസ് ആണ്, എന്നെ കൊണ്ട് പറ്റണില്ല ചെയ്യാൻ. എനിക്ക് നീ ആഗ്രഹിക്കണ പോലെ ഒന്നും ആവാൻ പറ്റുമെന്ന് തോന്നണില്ല, ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. വീണ്ടും ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം ഇങ്ങനെ ഉള്ളിൽ കേൾക്കാണ്, കയ്യിലിരിക്കണത് ഒരു പുസ്തകമല്ല, കയ്യിലിരിക്കുന്നത് ജീവനാണ്. കയ്യിലിരിക്കണത് എന്താ? കയ്യിലിരിക്കുന്നത് ജീവനാണ്. ജീവനുള്ളത് കൊണ്ട് വചനത്തിന് നിന്റെ ഉള്ളിലേക്ക് കടക്കാനും അവിടെ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാക്കാനും നിന്റെ ആന്തരിക വ്യക്തിത്വവുമായിട്ട് സംവദിക്കാനും സംസാരിക്കാനും പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാനും അതിനെക്കുറിച്ച് ഈശോയ്ക്ക് എന്താ പറയാനുള്ളതെന്നും വചനത്തിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അതാ, ഈശോ എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവണില്ല. പക്ഷെ ആ സ്വരം എന്നോട് പറഞ്ഞത് വചനം ജീവനാണ്, ജീവനുള്ളത് കൊണ്ട് നിന്നെ ഫീല് ചെയ്യാൻ വചനത്തിന് പറ്റും. എന്റെ ഹൃദയത്തിനും ഈശോയുടെ ഹൃദയത്തിനും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ദൈവവചനത്തിന് സാധിക്കും. പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരു ശബ്ദം, ലെറ്റ് ഹാർട്ട് സ്പീക്ക് ടു ഹാർട്ട് എന്നാണ്. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കട്ടെ. ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഞാനതൊരു പ്രാർത്ഥന പോലെ ചെല്ലാൻ തുടങ്ങി. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കണമേ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കണമേ എന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ബൈബിള് തുറന്നു. ഭയങ്കര ദൈവസ്നേഹത്തിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. അത് കിട്ടിയിട്ട് ഞാൻ വീണ്ടും അത് അടച്ചു വെച്ചു. കരച്ചിലായി. കുറെ നേരത്തേക്ക് മനസ്സിലാവണില്ല, ഇപ്പൊ തന്നെ എന്താ നടന്നേന്ന് മനസ്സിലാവണില്ല. ഭയങ്കര ഒരു ദൈവസ്നേഹാനുഭവം. പക്ഷെ നമ്മൾ പിന്നെയും ആരാ മക്കള്? 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും എന്തായി? പിന്നെയും ബ്രേക്ക് ഡൗൺ ആയി. പിന്നെയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സമയം ഒരു ബുധൻ പെസഹ വ്യാഴാഴ്ച വലിയ ആഴ്ചയൊക്കെ ആയിരുന്നു. അപ്പൊ ഓഫീസിൽ സാധാരണ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നെക്കാളും കുറെ താഴെയാണ്. അപ്പൊ അവരോട് എപ്പോഴും ഈശോനെ കുറിച്ച് പറയുന്നതും വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നതൊക്കെ ഞാനായിരുന്നു. അപ്പൊ അവരാണ് എന്റെ കൂടെ തല്ലുകൂടി നിൽക്കാറ്. അപ്പൊ ഇവർക്ക് പതുക്കെ ഈശോനെ കുറിച്ചുള്ള ചിന്ത വന്നു തുടങ്ങി. അപ്പൊ നമ്മളെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കാം. അവര് ഈശോനെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അവര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഇന്ന് പെസഹ ബുധനാണ്, അവസാന ദിവസം കുമ്പസാരിക്കാൻ, നമുക്ക് കുമ്പസാരിക്കാൻ പോണ്ടേ? അപ്പൊ ഞാനാകെ ഇവരോട് ഞാൻ എങ്ങനെ നോ പറയും? ഇത്ര നാൾ ഈശോനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുമ്പസാരിക്കാനൊന്നും ഇല്ലാന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾ മുന്നിൽ നടന്നോ, ഞാൻ പിന്നിൽ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ തടി തപ്പാൻ നോക്കാം. പക്ഷെ എന്റെ കാറിൽ എല്ലാവരും കൂടെ പോണേ, അത് കാരണം പിന്നെ പോവാണ്ട് നിവർത്തിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ എന്നെയും പിടിച്ചു വലിച്ച് കുമ്പസാരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഞാൻ ഇവരോട് എന്ന് പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കാൻ കയറിക്കോ, എനിക്ക് പെട്ടെന്ന് ആരാധിക്കാൻ ഒരു ആഗ്രഹം, ഞാൻ ആരാധിക്കാൻ പോയിട്ട് ഞാൻ കുമ്പസാരിക്കാൻ വരാന്ന് പറഞ്ഞു. ഇവരൊക്കെ കുമ്പസാരത്തിന് വിട്ടു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ തപ്പി തടഞ്ഞ് നടക്കുകയാണ്. പക്ഷെ അപ്പൊ ഇവര് വന്നിട്ട് എന്നോട് ചോദിച്ചു, പുറത്തേക്ക് വന്നിട്ട് ഞാൻ പുറത്ത് നടക്കണമെങ്കിൽ ഇവരോട് ചോദിച്ചു, ചേച്ചി എന്താ വരാത്ത, എന്താ പുറത്ത് നടക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് നിവർത്തിയില്ലാണ്ടായി. ഞാൻ ആരാധന ചാപ്പലിലേക്ക് കയറി. ആരാധന ചാപ്പലിൽ കയറിയിട്ട് കുറച്ചു നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ മച്ചിന്റെ മേലേക്കും പിന്നെ ജനലുണ്ടാക്കിയേക്കണതും പിന്നെ വാതിലിന്റെ മെറ്റീരിയലൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഈ ദിവ്യകാരുണ്യത്തിനുണ്ടല്ലോ ഭയങ്കര ആകർഷണ ശക്തിയാണ്. ഈശോയുടെ സ്നേഹത്തിന് ഭയങ്കര ആകർഷണമാണ്. ഞാനൊരു സെക്കൻഡ് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വീണ്ടും ഇരുന്ന് കരയാൻ തുടങ്ങി.
പള്ളിയിലുള്ള എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഈ കൊച്ചു എന്തെങ്കിലും ഇങ്ങനെ എങ്ങളടിച്ച് കരയണേത്. പക്ഷെ ഞാനതൊന്നും എനിക്ക് നിർത്താൻ പറ്റണ്ടേ, നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കണില്ല. ഞാൻ ഇരുന്ന് കരയന്നെ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞാൻ പിന്നെയും ഈശോയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ ആ ഒരു 15 മിനിറ്റ് കിട്ടുള്ളൂ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 1-2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കുറെ സങ്കടവും കുറെ വിഷമമൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ തോറ്റു, നിന്റെ മുമ്പിൽ ഞാൻ തോറ്റു, ഞാൻ കുമ്പസാരിക്കാം. പക്ഷെ എന്നെ പഴയ പോലെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്. ഞാൻ ഇവിടെ നിന്ന് പോവാണെങ്കിൽ എനിക്കൊരു പുതിയ അഭിഷേകം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ബൈബിൾ തുറന്നു. ബൈബിൾ തുറന്നപ്പോ എനിക്ക് കിട്ടിയ ഭാഗം ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. അപ്പൊ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് മനസ്സിലായി ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അത് ശരിക്കും എന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി. എനിക്ക് മനസ്സിലായി ഇത്ര നാള് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത് ആരുടെ കാര്യം? എന്റെ കാര്യം അന്വേഷിച്ചോണ്ടിരുന്നത്. എന്റെ സൗകര്യം, എന്റെ സുഖം, എന്റെ സ്വസ്ഥത, എന്റെ കാര്യങ്ങൾ, ഇതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ശ്രദ്ധിക്കേണ്ടതും ഞാൻ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആരിലാണ്? യേശുക്രിസ്തുവിലാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് നേരെ ഞാൻ എണീറ്റ് കുമ്പസാരക്കൂട്ടിലേക്ക് പോയി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ ആ ഒരു സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി എന്തോ ഒരു 100 കിലോ എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ പോലെ. ഞാൻ ഭയങ്കര തൂവല് പോലെ പറക്കണ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. ഭയങ്കര ഒരു ഭാരം ഉള്ളിൽ നിന്ന് പോയി. ഉടനെ ഞാൻ ഫോൺ എടുത്തിട്ട് എനിക്ക് വിഷമുണ്ടായിരുന്ന കുറച്ച് ആൾക്കാര്, എന്നെ വിഷമിപ്പിച്ച കുറച്ച് ആൾക്കാര്, അവർക്കൊക്കെ നിരത്തി ഞാൻ മെസ്സേജ് അയച്ചു. എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലവരൊക്കെ എന്നെ ചീത്ത വിളിച്ചാൽ പോട്ടെ, ക്ഷമിച്ചു. നമ്മൾ അവർക്കൊക്കെ മെസ്സേജ് അയച്ചു. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോട് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ തന്നെ എന്റെ അനുദിന ജീവിതത്തിൽ എന്തുണ്ടായി കഴിഞ്ഞാലും ഞാൻ ആദ്യം ഓടിച്ചല്ല ബൈബിൾ എടുക്കാനാണ്. ബൈബിളിൽ നിന്ന് എനിക്ക് കിട്ടും, എനിക്ക് എന്താ ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ ഈശോയോട് പറയും, ഈശോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയില്ല, ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം വചനത്തിന് എന്ത് സാധിക്കും? എന്റെ ഉള്ളിൽ കിടന്ന് എന്റെ ഈ പ്രശ്നം എടുത്ത് ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്ന പോലെ എന്നോട് എന്റെ ആന്തരിക വ്യക്തിത്വത്തോട് സംസാരിച്ച് ഈശോയുടെ ഹൃദയത്തിന്റെ അടുത്ത് പോയി ഇതിനെ കുറിച്ച് ഈശോയുടെ ഹൃദയം എന്താ പറയണെന്ന് മനസ്സിലാക്കി അത് എനിക്ക് പറഞ്ഞു തരാൻ, ഒരു വ്യക്തി എങ്ങനെ എന്നോട് നേരിട്ട് സംസാരിക്കുന്നു അതുപോലെ പറഞ്ഞു തരാൻ വചനത്തിന് സാധിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ വചനത്തിനെ ആശ്രയിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ വന്നു. ആ വീഡിയോന്റെ ടൈറ്റില്, അപ്പൊ ഞങ്ങളുടെ ഒരു എക്സ് എംപ്ലോയിയുടെ ഒരു ഷെയറിംഗ് ആയിരുന്നു വീഡിയോ. അപ്പോ ആ വീഡിയോന്റെ ടൈറ്റില് ഞാൻ നോക്കുമ്പോ ഹാർട്ട് സ്പീക്സ് ടു ഹാർട്ട് എന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായി. ഇതെങ്ങനെ ശരിയാവാ? ഇത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ലേ? എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എങ്ങനെ ഇവരറിഞ്ഞത്? അപ്പൊ ഇതിൽ എന്തോ ഉണ്ടല്ലോ, ഇത് വേറെ എവിടെന്നോ വന്നിട്ടുള്ളതാണ്, ഇത് എങ്ങനെ ഇവർക്ക് കിട്ടി? എനിക്ക് ഭയങ്കര ആകാംക്ഷ, ഇത് എങ്ങനെ വന്നു എന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞാനിത് ചെകഞ്ഞു പോയി. ഹാർട്ട് സ്പീക്ക് ടു ഹാർട്ട്, ഇത് ആര് പറഞ്ഞതാ, ഇവിടെ നിന്ന് ഉണ്ടായതാന്നൊക്കെ അന്വേഷിച്ചു പോയപ്പോ എനിക്കറിയാൻ പറ്റിയത് മുഴുവനും ദൈവസ്നേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. അതായത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ ജീവിതത്തിലെ മോട്ടോ ആയിരുന്നു ഹാർട്ട് സ്പീക്സ് ടു ഹാർട്ട് എന്നുള്ളത്. അദ്ദേഹത്തിന് അത് കിട്ടിയത് വിശുദ്ധ ഫ്രാൻസിസ് ടി സെയിൽസ് ആണ് ഈ ഒരു വാചകം ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ദൈവവുമായിട്ടുള്ള ആഴമായ കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു കണക്ഷൻ, നമ്മുടെ വാക്കും ബുദ്ധിയും പ്രവൃത്തിയും ഒന്നും ഇൻവോൾവ് ചെയ്യാത്ത ഹൃദയങ്ങളുടെ ആഴമായ ഒരു കണക്ഷനെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോയിലാണ്, ഡോൺ ബോസ്കോന്റെ സ്കൂളിലാണ്. വിശുദ്ധ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺ ബോസ്കോനെ. ഡോൺ ബോസ്കോ സലേഷ്യൻ കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ആശയമാണ്, ദൈവവുമായിട്ടുള്ള ഈ ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു കണക്ഷൻ വിത്ത് ഗോഡ്, അതാണ് ഡോൺ ബോസ്കോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ എനിക്കത് ഭയങ്കര ഒരു ദൈവാനുഭവമായിട്ട് മാറി. കാരണം നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ അറിയാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ ഇഷ്ടം തോന്നാത്ത, മനസ്സിൽ ഒരുപാട് കുറവുകളുള്ള ഒരു സമയത്ത് നമ്മളെ ദൈവം പഠിപ്പിച്ചു തന്നു ഇങ്ങനെയാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്.
ഞാൻ ഒരുപാട് വലിച്ചു കയറ്റുന്നില്ല. ഞാനൊരു 4 പോയിന്റ്സ് ഞാൻ ചുരുക്കി പറയാം. ഞാൻ ഇതിൽ നിന്ന് എന്താ പഠിച്ചെന്നുള്ളത്. ഒന്ന്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അചഞ്ചലമാണ്, അത് സത്യമാണ്. അതേത് സിറ്റുവേഷനിൽ നമ്മളായാലും, എന്ത് അവസ്ഥയിലൂടെ നമ്മൾ പോവാണെങ്കിലും, ആ അവസ്ഥയെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വെച്ചോ, രോഗം, പാപം, ക്ഷീണം, വെറുപ്പ്, വിദ്വേഷം, എന്ത് വേണമെങ്കിലും വെച്ചോ, നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും എല്ലാ അവസ്ഥയിലും ദൈവത്തിന്റെ സ്നേഹം കോൺസ്റ്റന്റ് ആണ്, അചഞ്ചലം, ഒരു മാറ്റമില്ല ആ സ്നേഹത്തിൽ. അത് നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റമില്ല. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഒരുപക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥതകളാണ്, ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പറ്റാത്തപ്പോൾ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തപ്പോൾ നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നു, അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സ്വർഗം ഏറെ വിലമതിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തീർത്തും വയ്യാണ്ടായിട്ടും പറ്റാണ്ടും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസ് എന്താണ്? അത് സ്വർഗം ഉറ്റുനോക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന പരിശ്രമങ്ങൾക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന പരിശ്രമങ്ങൾക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. മൂന്നാമത്തെ കാര്യം, വചനം ജീവനാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ആരോട് അഡ്വൈസ് ചോദിക്കും? നമുക്കൊന്നും ജീവിതം മുന്നേ ജീവിച്ച പരിചയമൊന്നുമില്ല. നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. നമ്മൾ ആരോട് ചോദിക്കും? ചുറ്റുമുള്ളവരിലൊക്കെ ഒക്കെ കുറവുകളുള്ളവരാണ്, എല്ലാവരും ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളവരാണ്. പിന്നെ നമ്മൾ ആരുടെ അടുത്തേക്ക് പോകും? നമ്മളെ ഗൈഡ് ചെയ്യാൻ ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയുടെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വചനമാണ്. ആ വചനം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ഈശോയുടെ വചനത്തോട് സംസാരിക്കാം. വചനം നിങ്ങളോടും സംസാരിക്കും. നമ്മൾ നേരത്തെ ഇഗ്നേഷ്യസ് ലയോളയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പം ഈ ഒരു ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇനി നാലാമത്തെ ഒരു ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞാല്, ഈ ദൈവികമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഈശോ ഈ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ഈ 2 കാര്യങ്ങൾ, പ്രാർത്ഥനയും സ്നേഹവും, ഇത് 2 കയ്യും പിടിച്ച് കയ്യും വീശി ലാലാല പടി നടക്കുന്നവരാണ്. ഇവർക്ക് 2 ഡയറക്ഷനിൽ പോകാൻ പറ്റില്ല. പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹിക്കണമെങ്കിൽ അതിൽ പ്രവർത്തനം ഉണ്ടായിരിക്കണം. സോ നമ്മുടെ പ്രവൃത്തികളിൽ ഈ ഒരു, ഞാൻ ഓർക്കണം, എന്റെ മോളെ ഞാൻ GK പഠിപ്പിക്കുന്ന ഒരു ദിവസം, GK പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഒരു വേർഡാണ് കോൺഫ്ലുവൻസ്. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ 2 നദികൾ കൂടിച്ചേർന്ന് ഒരുമിച്ച് ഒഴുകുന്നതിനെയാണ് ഈ കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഒരു സംഗമം, 2 നദികൾ സംഗമിച്ച് ഒരുമിച്ച് ഒഴുകുന്നതിന്. അപ്പൊ എനിക്ക് ഈ വാക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം എന്റെ മനസ്സിലൊരു പ്രാർത്ഥന വന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഈശോയെ, let there be a confluence of your love and mine. ഈശോയെ, എന്റെയും നിന്റെയും സ്നേഹത്തിന്റെ ഒരു ഒരുമിക്കൽ ഉണ്ടാവണേ, ഒരു സംഗമം ഉണ്ടാവണേ. എന്റെയും നിന്റെയും ഇഷ്ടങ്ങളുടെ ഒരു ഒരുമിക്കൽ ഉണ്ടാവണേ. അതാണ് ശരിയായ സ്നേഹം. സോ ഈ ഒരു സ്നേഹം, ഈ ഒരു പ്രാർത്ഥന രൂപയും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറയാന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഒരു പുതുമയില്ലേ? ഞങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സന്മാര് പറയുന്ന പോലെയല്ലല്ലോ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നിമ്മയെ സമർപ്പിക്കാം. ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, ശുശ്രൂഷ മേഖലകള്, ജോലി മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവേ, ഈ സമയം ഈ കുടുംബത്തിന് വേണ്ടി, ഇവരുടെ ആവശ്യങ്ങളും ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മയെ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അങ്ങനത്തെ ഒരു സ്നേഹം നമുക്ക് വേണ്ടേ? പ്രാർത്ഥിക്കുന്നത് ഒരു വരാണ്, പ്രാർത്ഥന ഒരു വരാ. പ്രിയപ്പെട്ടവരെ,
ഫലം വേണോ? ഫലം വേണോ? ഗലാത്യ 5:22. ഗലാത്യ 5:22. ഒന്ന് വായിച്ചേ, കിട്ടിയ ആളുകളൊന്ന് വായിച്ച് ഉറക്കെ വായിച്ചേ. ഇത്തരം ഫലങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വരദാന ഫലമുള്ള സ്വർഗം സംപ്രീതമാകുന്ന ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ഫലത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങളിപ്പോ 9 വർഷമായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ദേവരാജ്യ വേലയിലാണ്. അപ്പോൾ തുടക്ക കാലഘട്ടം ഞങ്ങൾ ഇങ്ങനെ പഠിക്കും, അച്ഛൻ ഞങ്ങളോട് പറഞ്ഞുതരും നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടായാലും ഈ ഫലമില്ലെങ്കിൽ ഒന്നും നമ്മൾക്ക് ഉള്ളില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ 9 ഫലമാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 9 ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതിൽ എന്തോരം ഈ പറയുന്ന സാധനം നമുക്കറിയാം, ആരോട് പറയണ്ട, രഹസ്യമായി നിങ്ങൾ ഒരു പേപ്പർ എടുക്കണം. ഈ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളൊന്ന് എഴുതണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ജയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇത് ഓരോന്നിന്റെയും നേരെ നമ്മൾ ഒന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ 0 ഇടണം. ഉണ്ടെങ്കിൽ അല്പം നേടണം. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മള് ആരാ, നമ്മളെന്താ, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ ഇനിയും ആരായിട്ടിരിക്കുന്നത് നമുക്ക് അപ്പം നമ്മുടെ ശൂന്യത നമുക്ക് മനസ്സിലാവും. അച്ഛൻ പറയും നിങ്ങൾ നിങ്ങൾ ആരും വിശ്വസിപ്പിക്കാനല്ല. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളെ പറ്റി ഒരു വില കിട്ടി. നമ്മുടെ ഒന്നുമില്ല, ദാരിദ്ര്യമാണ്. ഈ ആത്മീയ ദാരിദ്ര്യം പിടിച്ച് ദിവ്യകാരന്റെ സന്നിധിയിലേക്ക് പ്രത്യാശയോടെ ഓടണം. കാരണം ദാഹമുള്ളൊരു മനുഷ്യനിലേക്ക് സകലവും തരാൻ ആരും മതിയായവനാണ്. അതുപോലെ റോമർ 10:12 പറഞ്ഞേ, അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സകലരുടെയും മേൽ അവന്റെ സമ്പത്ത് വർഷിക്കും. പ്രിയപ്പെട്ടവരെ, അവന്റെ സമ്പത്ത് സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധാത്മാവാ. ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 7:37-38 നമ്മൾ ഓർക്കണം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹമുണ്ടോ? നമ്മൾ ഓടിച്ചെല്ലും. ദാഹമില്ലേ? മഴയാണ്, കാറ്റാണ്, വെയിലാന്നൊക്കെ പറഞ്ഞേ ഒരു മഴയും ഒരു കാറ്റും അടങ്ങാൻ പിള്ളേർ പാട്ട് വരാൻ പറയാന്നൊക്കെ ചേച്ചത് മുൻകൂട്ടി എനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയോ പാട്ട്? ഞാൻ കഴിയുക. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അറിയില്ലേ ബാക്കി? എന്തായാലും ഒരു നല്ല പരിപാട്ടല്ലേ അച്ഛൻ, ഒരു ക്യാൻസർ ബാധിച്ച അച്ഛൻ പാടി എഴുതിയൊരു പാട്ട്. നമുക്ക് എന്തൊരു ആശ്വാസ പാട്ട് കിട്ടുമ്പോ അല്ലേ? കാരണം ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പ്രത്യാശ വേണം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, എന്റെ ജീവിതം ഇത്രക്കൊക്കെ ആയി, എന്തിന് എന്നൊന്നും ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം നമ്മള് ക്രിസ്തുവിന്റെ തിരക്കത്താല് വിലയ്ക്ക് വാങ്ങപ്പെട്ട മക്കളാ. അവന്റെ രക്തത്താൽ നമ്മുടെ അങ്കി കഴുകി വെളുപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം മാലാഖമാരോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഏറ്റുപാടി ദൈവത്തെ ആരാധിക്കാൻ ഒരു ആരാധന സമൂഹമാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 7:14 എടുത്തേ. വെളിപാട് 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കർത്താവിന്റെ രക്തത്തില് അങ്കിയൊക്കെ കഴുകി ജീവിതമൊക്കെ കഴുകി വെളുപ്പിച്ച് തമ്പുരാന്റെ സിംഹാസനത്തിനൊപ്പം ഇരുന്ന് നമുക്കും അവനെ ആരാധിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? വേണ്ടേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പോകണ്ടേ? ഓ, അത് പറയുമ്പോ ആംബുലൻസ് സ്വർഗ്ഗമൊക്കെ പേടിയാ. എന്റെ തിടിപ്പ വരണേ, കാരണം നമുക്ക് പോകണ്ടല്ലോ. എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഒരു പെൺകുട്ടി പറയാന്ന്, ആംബുലൻസിന്റെ സ്വരം കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് ടെൻഷൻ വരാം. കാരണം അത് ചിലപ്പോൾ മനുഷ്യന്മാരെ പേര് കൊച്ചുപിള്ളേരല്ലേ,
നമ്മൾ ഈ ഇത്രയും ആയ മനുഷ്യന്മാർക്ക് നെഞ്ചത്ത് ആവി പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊരു മറുപടി ഞാൻ പറയാൻ അറിഞ്ഞൂടാ. പോണ്ടേ? അതുകൊണ്ട് എന്ത് വേണം? സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ പാട്ടൊക്കെ കേട്ട പേടിയോട്ട് ചില ആൾക്കാർക്ക്. നമ്മളിവിടെ നിന്ന് പോകാനങ്ങട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വെറുപ്പും ഈ വിദ്വേഷവും ദൈവം തന്ന താലന്തായ ഈ ജീവിതം ഇത് നശിപ്പിച്ച് കളഞ്ഞിട്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ചില്ല, ക്ഷമിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ശാന്തമായില്ല. ദൈവം ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാതെ ഇവിടെ നിന്ന് പോയി എന്തെങ്കിലും കിട്ടുമോ? സൽകൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ സ്നേഹം ചേർന്നൊരു മനുഷ്യന് സൽകൃത്യത്തിന് അതിന് ഫലമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഇവിടെ കഴിയേണ്ടതല്ല. അതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്താലെ അങ്കി കഴുകി വെളുപ്പിച്ചവരെ കണ്ടു. അവര് വലിയ ദുരിതത്തിൽ നിന്നാണ് കഴുകി വന്നത്. ജീവിതത്തിന്റെ ഞെരുക്കപ്പെട്ട് അവർ കടന്നു വന്നേ. നമുക്കറിയാം, രക്തസാക്ഷികളായ നമ്മുടെ വിശുദ്ധരായ നമ്മുടെ വിശുദ്ധ ആത്മാക്കളൊക്കെ എങ്ങനെയാ വന്നേ? അവരുടെ ജീവിതത്തിൽ അവരെല്ലാവരും സന്തോഷമായിട്ടാണ് മരിച്ചു പോയേ. ക്രിസ്തുവിനോട് സ്നേഹത്തെ പ്രതി, അവന്റെ രക്തത്തിനോട് സ്നേഹത്തെ പ്രതി ജീവിതം അവര് സുവിശേഷ വയലിലേക്ക് ഒരു ചാവേറിനെ പോലെ എറിഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പരാതിയില്ല, പരിഭവമില്ല. പിന്നെ എന്തുണ്ട്? സ്നേഹം മാത്രം, നന്ദി മാത്രം. കർത്താവേ, അയോഗ്യയായ ഞങ്ങളെ നീ തെരഞ്ഞെടുത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളും പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കേട്ടു പ്രായമായി ചേച്ചി, ഇതിപ്പോ എന്ത് ചെയ്യാൻ, ഇത്രയ്ക്കൊന്നുമില്ല. പരിശുദ്ധ മറിയം, ഇത് നമുക്കറിയാം, മാതാവിന്റെ സ്വർഗാരോപണമാണ് 15-ാം തീയതി. ഇത് പ്രത്യേകിച്ച് മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട പള്ളിയാണ്. ഇവിടെ അഖണ്ഡ ജപമാലകളും അഖണ്ഡ ആരാധനകളും നടക്കുന്നൊരിടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ഒരുങ്ങണം? നമ്മൾ അപ്പോഴും കുറെ നോയമ്പെടുക്കുമ്പോൾ നമ്മൾ എന്ത് വെക്കും? കുറെ നിയോഗങ്ങള് ദയവ് ചെയ്ത് ഇത് വ്യക്തിപരമായ അപേക്ഷയാണ്. നിയോഗങ്ങൾ സെക്കൻഡറി പോലെ. ഈ അമ്മയിൽ വിളങ്ങിയ പുണ്യങ്ങൾ, സ്വർഗത്തിന്റെ ദൂത് കേട്ടപ്പോൾ അവൾ ആദ്യം എന്താ പറഞ്ഞേ? അസ്വസ്ഥമായില്ലേ, ഭയപ്പെട്ടു പോയി. അപ്പൊ അത് വളരെ കൃത്യമായി ദൂതനോൾക്ക് പറഞ്ഞു കൊടുത്തു, ക്രമവും കൃത്യമായിട്ട് പറഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിന്റെ പണിയാ, ഇത് സ്വർഗത്തിന്റെ പണിയാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്ന് ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഉടൻ തന്നെ പിന്നെ വേറെ ഒരു ചോദ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സാക്ഷികളായി മാറാത്തതിന്റെ കാരണം ഈ ആത്മനിറവിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, നാളെ വീണ്ടും നിലനിൽപ്പ് ലഭിക്കുന്നില്ല. കാരണം ആത്മാവിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, വചനപ്രകാരം ഈ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല എന്നുള്ളതാ. ഈ വിശുദ്ധരൊന്നും ലോകത്തിനെ ആസ്വദിച്ച മനുഷ്യരല്ലായിരുന്നു. ഈ ലോകത്തെയും ലോകമോഹങ്ങളെയും ചപ്പ് ചവറായിട്ട് അവർ കണ്ടു. ഈ സർവശക്തനായ ദൈവത്തെ സ്വർണത്തെക്കാൾ വിലയുള്ളതായിട്ട് കണ്ടു. നമ്മുടെ വില ഏതാ? സ്വർണ്ണമാണ്, ഈശോ ആണ് വില. ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ, സ്വർണത്തിനാണോ വില, ഈശോയ്ക്കാണോ വില? ഓക്കെ, ഇപ്പം ഈശോ എന്ന് പറയും. അങ്ങനെ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 24-25 വചനം പറയാ, സർവശക്തൻ നിനക്ക് വില പിടിച്ച വെള്ളിയേക്കാൾ സ്വർണത്തെക്കാളും വിലയുള്ളതായിട്ട് മാറിയിരുന്നെങ്കിൽ. ഇതൊക്കെ വചനം, ഞാനിത് വെറുതെ പറയണതല്ല, ഇതൊക്കെ വചനം പറയാ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഈ സ്വർണവും ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഉപേക്ഷിക്കാൻ കാരണം ഇങ്ങനെ ഒരു ലഹരി ഉള്ളിൽ കയറിയപ്പോഴാണ്. ഞങ്ങൾക്ക് 5 മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്ക് മോള് 2 മക്കളുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഏറ്റവും ചെറുത് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബം. ഞങ്ങൾ 2 പേരും ഇങ്ങനെ ശുശ്രൂഷകളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാരെന്ത് പറയും? നിങ്ങൾ എന്തു പറയും? നാട്ടുകാരുണ്ട്. കർത്താവ് പണ്ട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയണത്? അവര് പറയണത്, ഇവര് പറയണത്. അവസാനം നിങ്ങൾ എന്താ പറയണേന്ന് ചോദിച്ചു. നിങ്ങൾ എന്തു പറയും? 2 വട്ട ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ആദ്യം ഇപ്പൊ പറയില്ല, ഇപ്പൊ കുറെ വർഷങ്ങൾ കുറെ കാര്യമല്ലോ. ആദ്യം പറഞ്ഞു, ഒന്നാലെ കെട്ടിയോനെ വേണം, അല്ലെങ്കിൽ കെട്ടിയോൾക്ക് വേണം. 5 പിള്ളേരുടെ നടന്ന് നടത്താകാണ് എന്തോന്ന് പറയും. പറഞ്ഞിട്ട് കാര്യം നശിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ ഈ അഗ്നി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കനൽക്കട്ടയോട് കരിക്കട്ട ചേർത്ത് വെക്കുമ്പോ കരിക്കട്ടയും കനൽക്കട്ടയാവും. ഇങ്ങനെ കട്ടയായ പിന്നെ കരിക്കട്ടയാവുമ്പോ ഇഷ്ടമല്ല. ഇങ്ങനെ ഈ എന്താ പറയാ, തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് കേട്ടണ്ട. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് കൊണ്ട് കിടക്കാം പ്രിയപ്പെട്ടവരെ, ആരോഗ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു തീ നിങ്ങൾക്കും വേണ്ടേ? വേണോ? കണ്ണുകളടയ്ക്കാൻ, കരങ്ങൾ ഉയർത്താം.
കർത്താവായ ഈശോയെ, ഈ സമയം ആഗ്രഹിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്ക് ദൈവമേ നിന്റെ കൃപ ഇറങ്ങട്ടെ. ഒരു അഗ്നി അഭിഷേകം. ഇന്ന് കേട്ട ഓരോ തിരുവചനങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ സഹിക്കണമെന്ന്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായി തീരണമെന്ന് ദൈവമേ ഇത് തിരുവചനങ്ങളിലൂടെ ഈ മക്കളോട് അവിടെ നിന്ന് അരുളി ചെയ്യുകയായിരുന്നു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കട്ടെ. സങ്കടങ്ങളെയും വേദനകളൊക്കെ ഈശോയ്ക്ക് കൊടുത്തേൻ. എല്ലാ പ്രതിസന്ധികളെയും കൊടുത്തേൻ. ഒരു പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു ഉത്തരമില്ലാത്ത ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, ചുറ്റുപാടുമുണ്ട്, കൂട്ടായ്മയിലുണ്ട്, ഇടവകയിലുണ്ട്. ഇതൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേൻ. അവൻ സർവശക്തൻ, അവൻ അത്യുന്നതൻ, അവൻ സർവാധിപൻ. പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചേൻ. ഈശോയെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോയെ, ഈ കൂട്ടായ്മയിലേക്ക് ഒരു അഗ്നി അഭിഷേകം. പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സമ്മാനം ഇഷ്ടമാണല്ലോ അല്ലേ? അല്ലേ? സമ്മാനം ഇഷ്ടമില്ലേ? ഇഷ്ടമല്ല. ഇത് അങ്ങനെ ഒരു സമ്മാനത്തെ പറ്റിയാണ് ഇവിടെ പറയണേ. ഈ കർത്താവിന്റെ ഒരു വരവുണ്ട് പ്രിയപ്പെട്ടവര്. ശരിക്കും വിശുദ്ധരൊക്കെ പറയുന്നത്, വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ കുത്തരിസ്യ പുണ്യതൊക്കെ പറയുന്നത്, മുൻപുള്ള വിശുദ്ധരേക്കാൾ വലിയ വിശുദ്ധരെ ഈ അന്ത്യ കാലഘട്ടത്തിലെ സഭയിലെ ഉണർന്നെഴുന്നേൽക്കുമെന്ന അങ്ങനെ ഒരു സാധ്യത ഈ മറ്റത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരാ പറഞ്ഞുകൊണ്ട് നമുക്കതിനെ വേണ്ടി കന്യാസ്ത്രീയാവേ അല്ലെങ്കിൽ അച്ഛനാവൊന്നും വേണ്ട. നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിലെ വാക്കും ചിന്തയും പ്രവൃത്തിയും ബന്ധങ്ങളും ഒക്കെ അതിപരിശുദ്ധമായിട്ട് കൊണ്ടുനടക്കുമെങ്കിൽ തീർച്ചയായും നമ്മള് ഒരു വിശുദ്ധനും ഒരു വിശുദ്ധിയായിട്ടും. അതിന്റെ ഓപ്ഷനാണ് ഈ ക്രൈസ്തവ ജീവിതം. വേണമെങ്കിൽ വിശുദ്ധനാകാം, അല്ലെങ്കിൽ അശുദ്ധനാകാം. സ്വാതന്ത്ര്യം നമ്മുടെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് 1 Petrus 1:15 പറഞ്ഞേ, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളും, അത് അടിവരായിട്ട് പറയണം, എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കുവിൻ. ചെറിയ കാര്യങ്ങളിൽ കുഴപ്പമില്ല, ചെറിയ കാര്യങ്ങൾ ഇത്തിരി കുഴപ്പമുണ്ട്, അങ്ങനെയല്ല. എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധ. നമ്മൾ ഈ വചനത്തിലേക്ക്, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അങ്ങനെ കർത്താവ് വന്നിട്ട് നമ്മുടെ മുൻപിൽ നമുക്കൊരു ധനവിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ അന്ത്യവിധി നമുക്കറിയാം അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ സമ്മാനപ്പനം വിളിക്കുമ്പോൾ, ഞാൻ എടുക്കണ്ട, 25-31 നമ്മൾ വായിച്ച് നമുക്കറിയാം. അവൻ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും അന്ത്യവിധിയിലെ ജനങ്ങളെ മാറ്റി നിർത്തും. നമ്മൾ ഏത് ഭാഗത്ത് പെടും? കോലാടുണ്ട്, ചെമ്മരിയാടുണ്ട്. കോലാടാവും ചെമ്മരിയാടാവും, എനിക്ക് അറിഞ്ഞൂടാ, ഞാനടക്കം. അങ്ങനെ അവൻ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും നീക്കി നിർത്തിയിട്ട് പറയാൻ സമ്മാനമായിട്ട് വരണത്. നമ്മുടെ സമ്മാനം നിത്യരക്ഷ, നിത്യജീവനാ. അപ്പോൾ അനുഗ്രഹീതരൊക്കെ എവിടേക്ക് വിടും? നിത്യരക്ഷയിലേക്ക് പറഞ്ഞു വിടും. ശപിക്കപ്പെട്ടവരെ എവിടേക്ക് വിടും? പിശാചിന്റെ രാജ്യം, തീയും ഗന്ധകവും. ഇതൊക്കെ എന്തിനാ നോക്കണേ? ആ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ വിപ്ലവര് വായിക്കേ. ഇതൊക്കെ അടച്ചിട്ടോടെ എഴുതി വെച്ചിട്ടുണ്ട്. 6 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഞാൻ അവിടെ കൂടുതൽ മനസ്സിലാവും. എനിക്ക് ദാഹിച്ചു, ഞാൻ രോഗിയായി, നഗ്നനായി, പരദേശിയായി, കാരാഗ്രഹവാസി. കുറെ ആൾക്കാരൊക്കെ ഇതിനെ റെസ്പോണ്ട് ചെയ്തു. മറ്റു കുറെ ആളുകൾ ഇതൊന്നും തിരിഞ്ഞു നോക്കിയില്ല. രണ്ടും വന്നപ്പോ, കർത്താവ് വന്നപ്പോ അവര് പറഞ്ഞു, ഇവരൊക്കെ ഇങ്ങനെ വന്നപ്പോ എന്നെ സഹായിച്ചവരാണ്. അപ്പൊ അവര് ചോദിച്ചത് എപ്പോഴാ സംഭവിച്ചേ? അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തപ്പോഴൊക്കെ. അപ്പൊ മറ്റൊരു പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുള്ള കർത്താവ് പരദേശിന്റെ എപ്പോഴും വന്നേ? രോഗി ഒരു കർത്താവായേ ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, നിങ്ങൾ ഇവർക്ക് ചെയ്യാണ്ടിരുന്നപ്പോഴൊക്കെ ആർക്കെ ചെയ്യാണ്ടിരുന്നേ? എനിക്ക് തന്നെയാണ് ചെയ്യാണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചു? ജീവിതം, ഈ നിത്യ സമ്മാനം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിത്യ സമ്മാനമാണ് ഒരു ക്രൈസ്തവ ജീവന്റെ, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ നിത്യരക്ഷയാണ്. ഇത് നമ്മൾ ലഭ്യമാകും. നമ്മൾ രാവിലെ പറഞ്ഞ ഓർമ്മകൾ എനിക്ക് അറിയില്ല. എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയാ? വിശ്വാസം വഴി കൃപയാലാണ് നാം, അത് നാം നേടിയെടുത്തതല്ല,
ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. Praise the Lord. Praise the Lord. ഈ കർത്താവിന്റെ സൗജന്യമാണ് ഈ രക്ഷ. ഇത് നേടിയെടുക്കണമെങ്കിൽ ആഴമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിന് അനുകൂലമായ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 15:7 പറയാ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നമ്മളെ എന്തോരം ചോദിക്കണേ? ഒന്നും ഇല്ലേ? കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊന്നും. നേരത്തെ ഇമ്മി പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ ചോദിച്ചപ്പോ ഭാഷ മനസ്സിലാവാണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കർത്താവ് പറയാം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളവ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, അത് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സ്നേഹമായിട്ട് മാറും. ആ സ്നേഹം അവരിലേക്ക് കരുണയായിട്ട് ഒഴുകും. പ്രിയപ്പെട്ടവരെ, ജീവിതം വില കൊടുക്കണം. എന്റെ ഇഷ്ടങ്ങളൊക്കെ താഴെ വെക്കണം. എന്നെ സ്നേഹിച്ചു എന്ന് വരില്ല, എന്നെ മാനിച്ചു എന്ന് വരില്ല, എന്നെ മനസ്സിലാക്കി എന്ന് വരില്ല. ഇത് മാനിക്കാത്തത് മനസ്സിലാക്കാത്തത് ഇപ്പൊ സങ്കടം ആണോ? ഉണ്ടില്ല ആണോ? ഇതൊക്കെ അങ്ങോട്ട് മാറണം. കർത്താവേ, നിന്റെ സ്നേഹം മതി, നീ മാത്രം മതി, നിന്നെ മാത്രം മതി എന്ന് പറയുന്ന ഒരു ആത്മീയതയിലേക്ക്, ഒരു ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം ഫലദായകമായിട്ട് മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ നമ്മളിപ്പോ ഇന്ന് കാരാഗ്രഹത്തിലാണ്. അന്യായമായ കുറ്റാരോപണങ്ങൾ പറഞ്ഞ് അവരവിടെ കൊണ്ടിട്ടിരിക്കുക. സ്കൂളുകള്, നമ്മുടെ ഓർഫനേജുകള്, ആശുപത്രികളൊക്കെ തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞ് അവരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസാക്കി വെച്ചിരിക്കുക. ഒത്തിരി ഭീഷണികളാ. ഇനി ഇവിടെ മേലാക്കം വചനം പറയാൻ വന്നാൽ വില്ലേജിലേക്ക് പോകുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛന്മാരുണ്ട്, അൽമായരുണ്ട്, മിഷണറിമാരുണ്ട്. ഒത്തിരി ഭീഷണിയുണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാഗത്തും നിന്നും. അപ്പൊ അവര് യേശുവിനെ അറിഞ്ഞാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. നമ്മുടെ യുവാക്കൾ നോക്കൊക്കെ മദ്യത്തിനും മയക്കമരുന്നിനും ലഹരി വസ്തുക്കൾക്കും തെറ്റായ കുട്ടികെട്ടുകളും കുട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മോളിൽ നിൽക്കണം മുടി, പ്രത്യേകതരം ഡ്രസ്സുകള്, ആര് പറഞ്ഞാലും കൂട്ടാക്കില്ല. നമുക്കറിയാം, ഒരു കല്ലറയിൽ കടന്നൊരു പിശാചുബാധിതൻ, കല്ലറയിൽ മനുഷ്യൻ കിടന്നിരുന്നു അല്ലേ? അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്ന അത്രയും പേടി ആളുകൾക്ക്. ഇതുപോലെ ഇന്ന് മക്കളെ പേടിച്ച് കഴിയ ചില പിശാച് ബാധിതനായ മക്കളെ പോലെ ചില മക്കള് പാതിര വരെ ഫോണിലാണ്. അപ്പനും അമ്മയ്ക്കും ഒരു കറക്ഷൻ കൊടുക്കാൻ ഭയവാ. കാരണം എന്താ? ഒന്നുകിൽ തല്ല് കിട്ടും, അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോ. ആണോ? നമ്മുടെ വീട്ടിലങ്ങനെ ഉണ്ടെന്നല്ല പറയണേ. ഇന്ന് ഈ കാലഘട്ടം അങ്ങനെയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ എണ്ണമൊക്കെ. അമ്മമാരുടെ കയ്യിൽ എന്തുണ്ട്? തോണ്ടുണ്ട്. പണ്ടത്തെ അമ്മമാരുടെ കയ്യിൽ എന്തായിരുന്നു പറയും നിങ്ങൾക്ക്? ജപമാലയായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? എന്നിട്ട് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം നമ്മുടെ തലമുറ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ നമുക്ക് വേണ്ടി കൊന്തരുട്ടികൾ ഞാനൊക്കെ ഒന്ന് ഇവിടെ നിൽക്കണത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. ജപമാല കരങ്ങൾ എടുക്കണം. മക്കൾക്ക് കുറവുണ്ട്, അതുണ്ട്, ഇതിൻ്റെതൊന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട് കാര്യം കൊന്തെടുത്ത് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം, ഇന്ന് എൻ്റെ മകള് വിദൂരത്താണോ, നമ്മുടെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണോ, എവിടെയായിരുന്നാലും വിദൂരത്തേക്ക് പഠിക്കാൻ പോയ ഒരുപാട് മക്കളുണ്ട്. എത്രയോ അമ്മമാരെ കരയണേ. അധാർമികമായി ജീവിക്കുക. കുദാശയില്ല, കുംഭസാരയില്ല, കുർബാനയില്ല, പ്രാർത്ഥനയില്ല, വചനമില്ല, ഒരു ഫാഷൻ പരേഡ് ജീവിതം. അങ്ങനെ കൈ നിറച്ച് പൈസയുണ്ട്, ഇങ്ങനെ നടക്കുക. ഇതുവരെയും ജർമ്മനിയിൽ പോകാൻ അമ്മ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എങ്ങനെയും ഇവിടെ വന്ന് ഉള്ള കഞ്ഞി കുറിച്ച് മിണ്ടാണ്ടിരിക്കാം. ഒരുപാട് എൻ്റെ മോള് മാറിപ്പോയി, എൻ്റെ മോൻ മാറിപ്പോയി എന്ന് പറയുന്ന പകുതിയോളം അപ്പനമ്മമാരുണ്ട്. പ്രിയപ്പെട്ടവര്, ഓരോ ദിവസവും ഒത്തിരി സങ്കടങ്ങളുടെ വിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ കുടുംബങ്ങളിലും പലതരത്തിലും പല വിധത്തിലും സങ്കടങ്ങളുണ്ട്. ഈ സങ്കടമൊക്കെ തമ്പുരാന്റെ സ്നേഹമാണ്. പക്ഷെ അതിനെ ആ രീതിയിൽ കണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മള് ആളുകൾ പറയും ഇതൊക്കെ ശപിക്കപ്പെട്ട കുടുംബമാണ്. പക്ഷെ കുതിരേശ്വരപ്പുണ്യവതിന് വീട്ടിലെ 2 മക്കൾ പിടിപിടുന്നതിന് മരിച്ചു. 2 ആമ്പിള്ളേരായിരുന്നു ചെറുപ്പത്തിൽ. കുതിരേശ്വരനാഥിക്ക് 4 വയസ്സുള്ളപ്പോ അമ്മയും മരിച്ചു. അപ്പൊ എന്ത് പറയും പിന്നെ ആൾക്കാര്? ഈ വീട്ടിലെന്തോ പറയേ. ആരാദ്യം പറയാ? പ്രാർത്ഥന ഗ്രൂപ്പ്. അവർക്ക് ഇതിനെ പറ്റി അറിയൂടോ? സാധാരണക്കാർക്ക് വെല്ലറിയോ? 2 മരണം. ഇപ്പതേ അമ്മ പാവം അതും മരിച്ചു. ഈ പെണ്ണ് ഈ ക്രാവ് ജനിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. കുട്ടിക്കില്ലാത്ത കുഴപ്പമില്ല. ഒരു കഴിഞ്ഞ ആഴ്ച ഗർഭിണി എന്നെ വിളിച്ചു. എന്നോട് പറയാ,
എന്റെ ഭർത്താവ് നന്നായി ജീവിക്കാൻ ഞങ്ങൾ വളരെ സ്നേഹത്തിലൊക്കെ ഉണ്ടായിരുന്നേ. അദ്ദേഹത്തിന് ഇപ്പൊ ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, കയ്യും കാലൊക്കെ ഭയങ്കര വേദന, പുറത്ത് എന്തൊരു മുഴ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ കുട്ടിയുടെ വില കുഴപ്പമാവുന്നു ആലോചിച്ചോക്കെ. അവരുടെ ഉള്ളിൽ കയറി ചിന്തേ, ദൈവങ്ങളിലെ പീഡനങ്ങളില്ലേ, ഒരു തെറ്റും ചെയ്യാണ്ട് മുഴുവൻ തെറ്റും നമ്മുടെ മേത്തേക്ക് ഇടുന്നില്ലേ. അപ്പൊ നമ്മൾ എന്താ കരുതണേ? എന്തൊരു വിധി ഇത് അല്ല, കൃപയപ്പെടുന്നത്. ഇത് കർത്താവിന്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മിലൂടെ പരിശുദ്ധാത്മാവ് അപ്പുറത്തേക്ക് നിറഞ്ഞ് കവിയാൻ തുടങ്ങും. ഓരോ സങ്കടങ്ങളും ഓരോ വേദനകളും അവന്റെ സ്നേഹത്തിന്റെ ഒരു മുത്തമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അത് രുചിക്കാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ കുറെ അവസരങ്ങൾ ഇങ്ങനെ ഈ സ്നേഹത്തെ മുഴുവൻ പല വിധത്തിലും പല തരത്തിലും പല വ്യക്തികളിലൂടെ പല സംഭവങ്ങളിലൂടെ രുചിക്കാൻ ഈ പാവപ്പെട്ട എന്നെ സ്വർഗം തെരഞ്ഞെടുത്തു. വേട്ടപ്പട്ടിയെ പോലെ കർത്താവ് ഇപ്പോഴും പിന്നിലുണ്ട്. ഇനിയും തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മരണം വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങളിൽ സങ്കടങ്ങളിലെ വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ വേദനയൊന്നും വേദനയായിട്ട് കാണരുതേ. കർത്താവ് ഈ കുരിശ് പിടിക്കാൻ നമ്മളെ ഒന്ന് ക്ഷണിച്ചതാണ്. വെറോനിക്ക തമ്പുരാന്റെ മുഖം തുടച്ചു അല്ലേ? തുടച്ചില്ലേ? വചനം ആ കുരിശിന്റെ വഴി പുസ്തകത്തിൽ പറയാണ്, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. അവൾ ഓടി, പട്ടാളക്കാരൻ നടുവിലൂടെ അവൾ ഓടിയത്. തള്ളുകൂടമൊന്നും അവൾ പേടിച്ചില്ല. അത്രമാത്രം സ്നേഹം ആളുണ്ടായിരുന്നു. അവൾ ചെന്ന് ആ മുഖം കണ്ടപ്പോ സങ്കടത്തോടു കൂടി തുടച്ചെടുത്തു. ആ തിരുമുഖം അതില് പതിഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയത്തിലും ഈ മുഖമൊന്ന് പതിയണ്ടേ? വേണോ? വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ തന്നെയാണ് അതിനൊരു വഴി. അതിന് സ്നേഹത്തോടെ ദൈവത്തിന്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ സഹനം മുഴുവൻ ഇത് വിധിയല്ല നിധിയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാം വചനം ഒന്ന് വായിച്ചേ. ഫിലിപ്പി 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വസിക്കാൻ മാത്രമല്ല, അപ്പൊ വിശ്വസിക്കുന്നവന് മാത്രമേ സഹിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സഹിക്കാൻ പറ്റുന്നതിന് എന്തില്ല? വിശ്വാസം വേണ്ട രീതിയിൽ അരക്കെട്ടുറപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അപ്പോൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ അടുത്ത അനുഗ്രഹത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് മുഴുവൻ ഓരോ അനുഗ്രഹവും ഓരോ സഹനത്തിലൂടെയാണ് തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെച്ച് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഒരു യാഗമായിട്ട് മാറണമെന്ന്. അങ്ങനെ ഒരു പാട്ട് പാടി തന്നായിരുന്നില്ലേ? യാഗത്തിന്റെ ഒരു പാട്ട്, നല്ല പാട്ടല്ലേ അത്? നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റെടുത്തു. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാട് യാഗമായി, നമ്മുടെ കുഞ്ഞാട് യാഗമായി. നമ്മൾ ആരും സങ്കടപ്പെടാതിരിക്കാൻ. ആര് സങ്കടപ്പെട്ടു? ആര് നമുക്ക് വേണ്ടി യാഗമായി? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഈശോയുടെ മക്കളാണെങ്കിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി ആ ആത്മാവിനെ നേടാൻ വേണ്ടി സഹിച്ചൂടെ? സഹിച്ചൂടെ? നന്ദി പറഞ്ഞൂടെ? എന്താ പറ്റോ? സങ്കടമായി പോയ പാട്ടുപാടിയപ്പോ എന്നും യേശയ്യ 53 ദുഃഖരഹസ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കണം. ശക്തി കിട്ടാൻ, സങ്കടങ്ങളിൽ ബലം കിട്ടാൻ. കാരണം തമ്പുരാന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെ ആ പീഡകളെ ഓർത്ത് അവനെ ആരാധിക്കാൻ പറ്റും ആത്മാവ് കൊണ്ട്. കർത്താവിന്റെ മുറിവുകളെ ധ്യാനിക്കാത്ത ഒരു വ്യക്തിക്കും ആത്മാവ് കൊണ്ട് ആരാധിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ കൃപയ്ക്കകത്ത് നിലനിൽക്കണമെങ്കിൽ കുരിശിലെ സ്നേഹം വെളിപ്പെടണം. സംശയം വേണ്ട. ഈ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോകും, വീണുപോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ഈ സമയം ഒന്ന് പരിശോധിക്കാം. 2 കൊരിന്തോസ് 5:10 എടുത്തേ. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം.
ഒന്നുകൂടെ വായിക്കാം ഞാനത്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മള് കരുണയുള്ള കർത്താവിനൊക്കെ പറയണേ. ഇതിലെന്താ പറയണേ? കർത്താവ് രണ്ടാമട്ടം വരുവോ? അതെവിടെ പറയണേ? വിശ്വാസിയല്ലേ? ആ വിശ്വാസ പ്രമാണം വെച്ചിട്ട് കേക്കട്ടെ. വിശ്വാസ പ്രമാണം മരിച്ചവരെയും ജീവിക്കുന്നവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും കൊല്ലായി പ്രാർത്ഥിച്ചു തുടങ്ങി. ചോദിച്ചപ്പോ ആകാശം നോക്കി ഇരിക്കുക, ബ്ലിങ്ക് അടിച്ചിട്ട്. ഓരോ കുർബാനയും വരെ ഏറ്റു പറഞ്ഞുകൊണ്ടേക്ക് അവൻ വരും, അവൻ വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവര്, അവരവന് വേണ്ടി ഒരുങ്ങണ്ടേ? ഒരുങ്ങണോ? ഒരുങ്ങണം. അതിനൊരുങ്ങണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നാൽ മതിയോ? അല്പം കൂടിയൊക്കെ ഈ ദൈവവചനത്തിലേക്ക് ജീവിതത്തെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? എന്തോരം കേട്ടെ, എന്തോരം സീനിയേഴ്സ് അവിടെ, എത്രയോ ധ്യാനങ്ങള്, എത്രയോ കൺവെൻഷനുകൾ അല്ലേ? എന്തൊക്കെ നമ്മൾ കൂടി ദൈവം എന്തെല്ലാം അവസരങ്ങളാണ് നമുക്ക് നൽകിയത്. ഒന്ന് നന്നാവാൻ, ഒന്ന് അനുദപിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു സുവിശേഷമായിട്ട് മാറാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും മെനക്കെടുന്നില്ല. നമുക്ക് നമ്മുടെ പ്രശ്നമൊന്നും അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതി, പിന്നെ നമുക്കൊന്നും വേണ്ട. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1:11 അതിലും പറയുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ തിരിച്ചു വരും. അത് വചന അപ്പോസ്തല പ്രവർത്തനം 1:10. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ നിമിഷം അടയ്ക്കാം. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നവൻ കർത്താവാണ്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഓരോ മക്കളും അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ പ്രശ്നങ്ങളെ ആ സ്നേഹം ഉരുകി ചാമ്പലാക്കും. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്ഷമാശീലമാണ്, സഹനശീലമാണ്. നമ്മുടെ സഹനങ്ങളും നമ്മുടെ ക്ഷമാശീലങ്ങളും പൂർണ്ണമായി പുതുക്കി പണിയുവാൻ വേണ്ട ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം തരാൻ പോവുകയാണ്, മക്കൾക്ക് സംരക്ഷണം തരാൻ പോവുകയാണ്. ഈ നിമിഷം എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്, എപ്രകാരമാണ് ആരാധിക്കേണ്ടത്, കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുക. ഈ നിമിഷം ഒരു വചനഭാഗം കണ്ണടച്ച് നമുക്ക് ശ്രമിക്കുവാൻ ഈ നിമിഷം. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം.
വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനമാണ് ശ്രദ്ധിച്ചത്. ഹൃദയത്തോട് ചേർത്ത് കാര്യങ്ങൾ വയ്ക്കാം. കർത്താവേ, വചനം എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കാം. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ നിന്നെ മഹത്വപ്പെടുത്താൻ, വചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, എൻ്റെ കട്ടിലക്കാലിന്മേൽ നിന്റെ കുരിശടയാളം പരിശുദ്ധത്തിന് മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഈശോയെ, പ്രാർത്ഥനയിൽ എന്നെ ശക്തിപ്പെടുത്തണം. അതിനോട് പരിശുദ്ധാത്മാവ് നിറവൊരുക്കി തരണം. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് മടങ്ങിപ്പോയി. അവർ അവരുടെ വഴിക്ക് പോയി. മോശയ്ക്ക് പോയി ശിഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സഹനം വന്ന് നീ എവിടെ ഓടിപ്പോയാലും ഒരു രക്ഷയുമില്ല. കർത്താവ് നിന്നെ പിടികൂടും. കർത്താവിനോട് വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആവശ്യമുണ്ട്. നിങ്ങൾ ജോലിക്ക് വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾ രോഗം മാറാൻ വേണ്ടി, വീട് പണിക്ക് വേണ്ടി, വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി അല്ല വന്നത്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. അതെല്ലാം വിട്ടേക്കുക. ഈ നിമിഷം ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ നിറയുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന മക്കൾ മുഴുവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കാൻ പോകാം, മക്കളെ അനുഗ്രഹിക്കാൻ പോകാം, കുഞ്ഞു പൈതങ്ങളെ അനുഗ്രഹിക്കാൻ പോകാം. നിങ്ങളുടെ ഭവനത്തിൻ്റെ പണി, അതിലെയും സാമ്പത്തിക മേഖലകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം സെക്കൻഡറിയാണ്. ഇത് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പഠിക്കാനായിട്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആഗ്രഹിക്കുക. പരിശുദ്ധമായിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക. കുമ്പസാരിക്കുമ്പോൾ നന്നായി ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക. പലരും പല കാര്യങ്ങളെക്കുറിച്ച് ദുഃഖപൂരിതമായ മനസ്സോടുകൂടി നിൽക്കുന്ന മക്കളുണ്ട്, സങ്കടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കൊല്ലം ഈ സങ്കടങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം കിട്ടിയോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഒഴുകണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പലതിനെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ അവൻ കൂട്ടുകൂടി. ആ രാത്രിയിൽ അവൻ ആ ഭവനത്തിലേക്ക് കടന്നതുകൊണ്ട് അപ്പമെടുത്ത് ആശീർവദിച്ചപ്പോൾ അവരുടെ കണ്ണുകളെല്ലാം തുറന്നു എന്നാണ് പറയുക. അവരുടെ ഹൃദയം അവൻ സംസാരിച്ചപ്പോൾ, ആ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കത്തി ജ്വലിച്ചു എന്നാണ് പറയുക. വചനം കേൾക്കുമ്പോൾ, വചനം പറയുമ്പോൾ ഹൃദയം കത്തി ജ്വലിക്കുവാനും, അതുപോലെ പരിശുദ്ധമായി പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും യാതൊരു പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചാൽ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുവാനായിട്ട്, അതുപോലെ അനുഭവമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥനാവലും കൊണ്ട് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ഒരു ആരാധിക്കുന്ന കുടുംബമായി, ആരാധിക്കുന്ന ആരാധന സമൂഹമായി മാറട്ടെ. സകല കണ്ണീരുകളും ഈ ആരാധനയുടെ വിശ്രാന്തരാകട്ടെ. എല്ലാ ദുഃഖങ്ങളും നിരാശകളും ഒഴിക്കുന്നതും യേശു നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന ഒരുക്കനായി, ഈ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി എല്ലാ നിരീക്ഷകരുടെ പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രേക്ഷകരുടെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കണമേ. സിസ്റ്റേഴ്സിനെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ദൈവവിളിക്കായി പരിശീലനത്തിനായിട്ട് ഒരുക്കുന്ന മുഴുവൻ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. മറ്റിടവയിൽ നിന്ന് പ്രേക്ഷിതവർക്കായി വിളിക്കപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ പിതാക്കന്മാരെയും, എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ യൂണിറ്റുകളുടെ ഭാരവാഹികൾ, ട്രസ്റ്റിമാര്, പ്രത്യേകിച്ച് മറ്റ് സംഘടനാ ഭാരവാഹികൾ, കെറ്റീസ് അധ്യാപകർ, കെറ്റീസ് പഠിക്കുന്ന മക്കൾ, പുതിയതായിട്ട് വിവാഹം ഉറപ്പിച്ചവർ, വിവാഹം കഴിഞ്ഞിരിക്കുന്നവർ, കഴിഞ്ഞ പ്രശ്നങ്ങളുള്ള മക്കൾ, സ്ഥാപനങ്ങൾ, വിദേശത്തുള്ളവർ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കാരണം ആവശ്യിക്കണമേ. ഈ മറ്റുമിടവുകളിൽ നിന്ന് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് ഇടത്തിരിഞ്ഞു പോയ എല്ലാ മക്കളെ ആത്മാക്കളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കളെ നമുക്ക് സമർപ്പിക്കാം.
കരുണ വർഷിക്കണം, കൃപ വർഷിക്കണം. പ്രത്യേകിച്ച് ഈ ദേവാലയമായി ചുറ്റുപറ്റി നിൽക്കുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എല്ലാ സഭയുടെ സ്ഥാപനങ്ങൾ, മറ്റു സ്കൂള്, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് വിജയകരമായി വലുതായിക്കൊണ്ട് ഈ ഇടവഴിയാൻ ആശീർവദിക്കണമേ, ഈ തീർത്ഥകേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ പ്രാർത്ഥന നടത്തുന്ന മുഴുവൻ